ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിരന്തരം ഹൈന്ദവ ധർമ്മപക്ഷത്തെ ആക്ഷേപിക്കും വിധത്തിൽ ആണ് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ സംഭവിച്ച കാര്യങ്ങൾ. ഏതെങ്കിലും ഒരു മതത്തെയോ വിശ്വാസങ്ങളെയോ ആക്ഷേപിക്കുക എന്നോ അവഹേളിക്കുക എന്നൊന്നും നമുക്ക് ഉദ്ദേശമില്ല. കാരണം എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ. ഒക്കെ അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. എല്ലാത്തിനും കാലപ്പഴക്കം കൊണ്ട് തന്നെ പോരായ്മകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് മതത്തെ ആക്ഷേപിക്കലല്ല നമ്മുടെ ഉദ്ദേശം, സ്വന്തം ധർമ്മത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. സ്വന്തം ധർമ്മത്തെ സംരക്ഷിക്കുന്ന വേളയിൽ ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളോട് കാണിക്കുന്ന അനീതികൾ, അധർമ്മം, അതിനെക്കുറിച്ചൊക്കെ പറയേണ്ടതായിട്ട് വരും. ഇപ്പോ നമ്മൾ ഛത്തീസ്ഗഡിലെ വിഷയം പറയാനുള്ള അല്ലെങ്കിൽ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, അവിടെ 2 കന്യാസ്ത്രീകൾ, അവിടെ സിസ്റ്റർ പ്രീതി മേരി, വന്ദന ഫ്രാൻസിസ് എന്ന് തുടങ്ങുന്ന കേരളത്തിൽ നിന്നുള്ള മലയാളികളായിട്ടുള്ള 2 കന്യാസ്ത്രീകളാണ്. അവരെയും അതുപോലെ സുഖമൻ എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെയും അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെയും ബജ്രംഗദൾ എന്ന് പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു പോഷക സംഘടന ആയിട്ടുള്ള എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അവർ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്, നമുക്കറിയില്ല. എന്നാലും അവരുടെ പരാതിയെ തുടർന്ന് റെയിൽവേ പോലീസ് ഈ കന്യാസ്ത്രീകൾക്കെതിരെയും ഒപ്പം ഉണ്ടായിരുന്ന ഈ വ്യക്തിക്കെതിരെയും കേസെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ഇവര് മനുഷ്യക്കടത്ത് നടത്തി എന്നുള്ളതൊക്കെയാണ് അവർക്കെതിരെ കേസ്. പിന്നെ നിർബന്ധിത മതപരിവർത്തനം നടത്തി, അത് പിന്നീട് ആ സെക്ഷൻ എടുത്ത് കളഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ പീഡനം ഇത്യാദി ഒക്കെ തന്നെയാണ് ഇവർക്ക് ചാർത്തിയിട്ടുള്ളത്. പിന്നെ രാജ്യദ്രോഹ കുറ്റം കൂടിയും ചുമത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഈ അവസരത്തിൽ ഇവരെ അവിടുത്തെ സർക്കാർ റിമാൻഡിൽ വെക്കുകയും അതേ തുടർന്ന് കേരളത്തിൽ വലിയ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ വായു മൂടിക്കെട്ടിയിട്ട് അവർ വലിയൊരു പ്രതിഷേധ റാലിയൊക്കെ നടത്തിയതായിട്ട് നമ്മൾ വാർത്തകളിലൂടെ കാണുകയുണ്ടായി. ആ അറസ്റ്റിനെ തുടർന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ വെക്കുകയുണ്ടായി. ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ഭരിക്കുന്നത് BJP സർക്കാരാണ്. അവരാ ചെയ്തത് തെറ്റാണെന്ന രീതിയിലാണ് കേരളത്തിലെ BJP നേതാക്കളുടെയൊക്കെ, എല്ലാവരുടെയും പലരുടെയും, പ്രത്യേകിച്ച് പ്രസിഡന്റിന്റെയൊക്കെ വാക്കുകൾ ഉണ്ടായത്. ഇപ്പൊ 2 കന്യാസ്ത്രീകൾ അവിടെ ജയിലിൽ ഒരു 9 ദിവസം കിടക്കേണ്ടി വന്നതിൽ ഉള്ള വിഷമം റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നിട്ട് അരുൺകുമാറൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഒരു ആകാശദൂത് സിനിമ കാണുന്ന പോലെയാണ്, നമുക്കൊക്കെ കരച്ചിൽ വരും. കാരണം അവരവിടെ 50 ചില്ലാനും ആളുകളുടെ കൂടെ ജയിൽ പുള്ളികളായി കഴിഞ്ഞു എന്നൊരു വിഷമാണ്. നമുക്ക് ഇത്തരത്തിൽ സങ്കടപ്പെടുന്നവരോടൊക്കെ പറയാനുള്ളത്, ഈ സങ്കടം രാജ്യത്തെ ആദിവാസികളുടെയും ദലിതുകളുടെയും ഒക്കെ വിഷയത്തിലും വേണം. കാരണം ഇപ്പോ ഛത്തീസ്ഗഡിൽ നടന്ന ഈ വിഷയത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് ഒരാളും ഭേദമില്ലാതെ ഹിന്ദുക്കളെ സംരക്ഷിക്കുമെന്ന് കരുതുന്നവർ പോലും ഹിന്ദു പക്ഷത്ത് നിൽക്കാതെ കേവല വോട്ടിന് വേണ്ടി
പലരുടെയും കാല് പിടിച്ച് കെഞ്ചി കരഞ്ഞ് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ഈ ആദിവാസി ജനതയ്ക്കൊരു സംസ്കാരമുണ്ട്. ആദിവാസി ജനത സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കിട്ടിയതിന് ശേഷം കുറച്ചു കാലം വരെ ഹിന്ദു എന്ന മതത്തിൽ പോലുമല്ല വന്നിരുന്നേ. അവരൊരു സ്വതന്ത്ര മതമാണ്. അതിനുശേഷമാണ് അവർ ഹിന്ദു മതത്തിന്റെ ഭാഗമാവുന്നത്. ദലിതുകൾ അങ്ങനെയല്ല. ദലിതുകൾ സ്വാതന്ത്ര്യത്തിന് ശേഷമൊക്കെ അല്ലെങ്കിൽ കുറച്ച് മുമ്പ് തൊട്ടിട്ട് ഹിന്ദു മതത്തിന്റെ ഭാഗമായിട്ട് സെൻസസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ജനതയ്ക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഹൈന്ദവ പക്ഷത്തുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും അവരുടേതായ സംസ്കാരവും സംസ്കൃതിയുമുണ്ട്. ആ സംസ്കാരത്തെയും സംസ്കൃതിയെയും സംരക്ഷിക്കപ്പെടേണ്ടതില്ലേ എന്ന് ഈ കേരളത്തിലിരുന്ന് ഈ അലമുറയിടുന്ന ഓരോരുത്തരും ഓരോ നേതാക്കന്മാരൊന്ന് ചിന്തിക്കുക. ആദിവാസിയുടെ സംസ്കാരത്തിൽ നിന്ന് അവരെ അടർത്തിയെടുക്കുന്ന ഒരു പ്രക്രിയ നടക്കുമ്പോൾ അതിന് പ്രോത്സാഹനം കൊടുക്കുന്നു എങ്കിൽ അതിനർത്ഥം ഈ രാജ്യത്ത് ആദിവാസികൾ വേണ്ട എന്ന ചിന്ത അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ സിസ്റ്റേഴ്സിനെ, കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ കൂടെ 2-3 പെൺകുട്ടികളുണ്ട്. 4-5 വർഷം മുമ്പ് ക്രൈസ്തവ മതത്തിലേക്ക് വന്നവരാണ്. എന്തായാലും ക്രൈസ്തവ മതത്തിൽ പിറന്നവരല്ല, വന്നവരാണ്. എന്താ ഈ രാജ്യത്ത് ക്രൈസ്തവ പുരോഹിതന്മാരെ മാത്രമേ, കന്യാസ്ത്രീകളെയോ ഇത്തരത്തിൽ പാസ്റ്റർമാരെ മാത്രം അറസ്റ്റ് ചെയ്യുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നേ എന്നുള്ളത് ഒന്ന് വിചാരം ചെയ്യേണ്ടതില്ലേ? എന്താ ഇവരെ മാത്രം? എന്താ മൗലവിമാരെ ഒരിക്കലും മതപരിവർത്തനം പറഞ്ഞിട്ട് ആരും ഉപദ്രവിക്കുന്നില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇവർ മാത്രം ഇത്തരത്തിൽ ആക്രമിക്കപ്പെടുന്നതും അല്ലെങ്കിൽ ഇവരെ മാത്രം ഈ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുന്നതും? പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് എവിടെയും ചെല്ലണ്ട എന്നാരും പറയുന്നില്ല. ക്രൈസ്തവ മതം ആരും സ്വീകരിക്കണ്ട എന്നോ ക്രൈസ്തവ മതം പ്രചരിപ്പിക്കണ്ട എന്നും പറയുന്നില്ല. എന്നാൽ എന്തിനാണ് ഹൈന്ദവ സമൂഹത്തിലുള്ള ആളുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്നത്? അവരുടെ ദാരിദ്ര്യമാണ് വിഷയമെങ്കിൽ ദാരിദ്ര്യം മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതിയില്ലേ? എന്തിനാണ് മതം മാറ്റുന്നത്? അല്ല, നിങ്ങൾ ദാരിദ്ര്യം മാറ്റുമ്പോൾ മതത്തിനോട് സ്നേഹം വരിക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഈ സിസ്റ്റേഴ്സിനെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് സഭയുടെ ആളുകൾ പറഞ്ഞത്, ക്രൈസ്തവ സഭകളുടെ ആളുകൾ പറഞ്ഞത്, പുരോഹിതന്മാർ പറഞ്ഞത്, പള്ളിയിലച്ഛന്മാർ പറഞ്ഞത്, ഇവരെല്ലാം നേഴ്സുമാരാണ്, ഇവര് സഞ്ചരിക്കുന്ന മെഡിക്കൽ ഷോപ്പാണെന്നൊക്കെയാ പറഞ്ഞത്. ഈ മെഡിക്കൽ ഷോപ്പ് അവിടെ ചെന്നിട്ട് അവിടെ കുഷ്ഠരോഗികളുണ്ട്, ക്ഷയരോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, ഇവരെയൊക്കെ ശുശ്രൂഷിക്കുന്നുണ്ട്, അവർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെയാണ് ഇവർ അങ്ങോട്ട് പോകുന്നതെന്നാ പറഞ്ഞ്. മരുന്ന് കൊടുക്കാൻ പോകുന്നു എങ്കിൽ മരുന്ന് കൊടുത്തിട്ട് പോകുന്ന പോരെ? ജോലി കൊടുക്കുന്നുണ്ടെങ്കിൽ ജോലി കൊടുത്താൽ പോരെ? നമ്മള് ഇതിനു മുമ്പേ ലൈവില് വരാൻ നേരത്ത് 2-3 വീഡിയോ അതുപോലെ തന്നെ ഒരു വാർത്താ കട്ടിംഗ് ഒക്കെ എടുത്തു വെച്ചതാണ്. പക്ഷെ നമുക്ക് അത് നിങ്ങളെ കാണിക്കാൻ നിർവാഹമില്ല. കാരണം നെറ്റിന്റെ ഒരു പ്രശ്നം കാരണമാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 6-7 ദിവസം മുമ്പ് തമിഴ്നാട്ടിൽ നടന്ന ഒരു സംഭവമാണ്. കത്തോലിക്ക ക്രൈസ്തവരിലേക്ക് മതം മാറിപ്പോയ ദലിത് വിഭാഗക്കാര് അവർക്ക് ശ്മശാനത്തിൽ അവരുടെ മരണപ്പെട്ട ആളുകളെ അടക്കം ചെയ്യാൻ അവിടുത്തെ കത്തോലിക്കക്കാര് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചതിന്റെ വാർത്ത, അതൊരു നാഷണൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തത്, വിഷ്വൽ മാധ്യമം, ഒരു വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് നമ്മളിവിടെ എടുത്തു വെച്ചിരുന്നു. പക്ഷെ 13 ചില്ലാനും മിനിറ്റ് ഉള്ള ഒരു വാർത്തയാണ്. ഭരണഘടനാ വിരുദ്ധമായി അത്ര ഒരു കാര്യം നടന്നിട്ട് മനുഷ്യനെ മനുഷ്യനായി കാണാതെ ശ്മശാനത്തിൽ പോലും കയറ്റാതെ മതം മാറിയിട്ടുള്ള ആളുകളെ പരിഗണിക്കാതെ അവർക്ക് പ്രേക്ഷിത പ്രവർത്തനം നടത്താതെ അവരെ ശുശ്രൂഷിക്കാതെ വീണ്ടും വീണ്ടും ആളെ കൂട്ടാൻ വേണ്ടി പോകുമ്പോൾ അതിനെതിരെ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയക്കാർക്ക് ഒരു പ്രശ്നവും വന്നില്ല, ഒരു പ്രശ്നവുമില്ല. കേരളം 2% വരുന്ന ക്രൈസ്തവ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള
ഈ ഒരു വെങ്ങല് അതിനപ്പുറം നിൽക്കുന്ന ഇവിടുത്തെ 24.12% രാജ്യത്ത് SC/ST വിഭാഗങ്ങളുടെ പോപ്പുലേഷൻ. അവരുടെ കാര്യത്തിൽ ഇവിടെ കാണിക്കുന്നില്ല. ഈ ഹിന്ദുക്കളെ സംബന്ധിച്ചിട്ടോ 79.8% ഈ രാജ്യത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യ. അതിന്റെ പേരിലും ആർക്കൊരു പ്രശ്നവുമില്ല. ഇവിടെയാണ് ഓരോ ഹിന്ദുവും ചിന്തിക്കേണ്ടത്. മതവർഗീയത പറയാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും പരിശ്രമിക്കുന്നില്ല. പക്ഷെ മറിച്ച് ഇവിടെ എന്തുകൊണ്ടാണ് ഈ കന്യാസ്ത്രീകൾ ജയിലിൽ കിടന്നപ്പോൾ മാത്രം ഇവർക്കൊരു വിഷമം വരുന്നത്? ഇവിടെ എത്ര ആളുകൾ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിയുന്നുണ്ട്? എത്രയോ പേര് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കഴിയുന്നു. നമ്മളടക്കം ഭരണഘടന പറയുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ആ ഒരു നിയമം അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര നിയമം നിലനിൽക്കുന്ന സാധ്യതയിൽ ഹിന്ദു ശാക്തേയ ധർമ്മവിധി പ്രകാരമുള്ള ആചാരമനുഷ്ഠിച്ചതിന്റെ പേരിൽ 14 ദിവസമാണ് ജയിലിൽ കിടന്നിട്ടുള്ളത്. എന്താ ഞങ്ങളെയൊന്നും കുറിച്ച് നമ്മൾ മാത്രമല്ല, നമ്മളും അതുപോലെ 1-2 കുട്ടികൾ വേറെയും സ്വന്തം ആചാരവിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ ദളിതുകളും ആദിവാസികളുടെ ഈ സംസ്കാരത്തെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എത്രത്തോളം പുറകിലാണെന്ന് ഓരോരുത്തരും വിചാരം ചെയ്യാം. ഇത് ഹൈന്ദവ സംസ്കൃതിയുടെ ഭാഗമാണ്, ഈ രാഷ്ട്രത്തിന്റെ സംസ്കൃതിയുടെ ഭാഗമാണ്. ആ സംസ്കൃതിയുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലെ കുറച്ചാൾ ശ്രമിച്ചിട്ട് 14 ദിവസം കിടന്നപ്പോൾ ഈ കക്ഷി രാഷ്ട്രീയക്കാരെ ആരെയും കണ്ടില്ല. ഇപ്പോൾ ക്രൈസ്തവരോടൊപ്പം പോകുന്ന ഹിന്ദുത്വപക്ഷക്കാരെയും കണ്ടില്ല. ആർക്കൊരു വിഷമം തോന്നിയില്ല. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഹൈന്ദവർ അസംഘടിതരാണ്. ഹൈന്ദവർ അസംഘടിതരാണ് എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദു പക്ഷത്ത് നിൽക്കേണ്ടവർ പോലും അരമനയിലേക്ക് ഓടുന്നത്. ഒരു സന്യാസി മഠങ്ങളിലും പോയിട്ട് ആരെയും നമ്മൾ കാണില്ല. എന്നാൽ ഇലക്ഷൻ വന്നാൽ ഇവർ വേറെ പലയിടത്തും കാണാൻ പറ്റും. എന്നിട്ട് ചെയ്തിട്ട് എന്താ ഉണ്ടായത്? ഇരിങ്ങാലക്കുടയിലെ സഭയില് ഇടയലേഖനം വായിച്ചു. കൊണ്ടുപോയതുമാരാണ് ചാപ്പ, കൊല്ലിച്ചതുമാരാണ് ചാപ്പ എന്നവര് പറഞ്ഞില്ലേ? അത് കേൾക്കേണ്ടി വരുമെന്ന് ആദ്യം ഇവര് മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം ആ വോട്ട് കിട്ടിയിട്ട് ജയിക്കാമെന്നാണെങ്കിൽ ആ വോട്ട് കിട്ടില്ല എന്ന് ബുദ്ധിയുള്ള ആർക്കും അറിയാം. കാരണം അവർക്ക് അവരുടെ മതം തന്നെയാണ് വലുത്. അവരെല്ലാം ശ്രമിക്കുന്നത് ദൈവരാജ്യം വരാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ദൈവരാജ്യത്ത് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ശങ്കരനാരായണനും ചാത്തനും നീലിയും കുകാളിയൊന്നും ഇല്ല. അവരുദ്ദേശിക്കുന്ന എന്താണോ ദൈവനാമം അവർ പറഞ്ഞിരിക്കുന്നത് ആ ദൈവനാമത്തിന്റെ ദൈവരാജ്യം മാത്രമേ അവര് മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. ഈ രാജ്യത്ത് തന്നെ 16,000 ചെല്ലാനും ഹൈന്ദവരെ മതം അംഗീകരിക്കാത്ത, ക്രൈസ്തവ മതം അംഗീകരിക്കാത്തത് കൊണ്ട് കൊന്നുകളഞ്ഞ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇവരെയൊക്കെ കുറിച്ചിട്ട്. ലോകത്ത് നമ്മൾ മതപരിവർത്തനത്തിന് വേണ്ടി മുസ്ലിങ്ങളെയാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വാളുകൊണ്ട് മതം പ്രചരിപ്പിക്കുന്നത് എന്ന് ആരെങ്കിലും പറയുന്നു എങ്കിൽ അത് തിരുത്തണമെന്നാണ് നമ്മൾ പറയുന്നത്. മതത്തിന്റെ പേരിൽ നടന്ന യുദ്ധങ്ങളെ കുരിശുദ്ധങ്ങൾ എന്ന് പറയുന്ന കുരിശുദ്ധങ്ങളുടെ കണക്കെടുക്കുക, മരിച്ച ആളുകളുടെ കണക്കെടുക്കുക, കൊന്നത് ഏത് മതസ്ഥരാണെന്ന് ചിന്തിക്കുക. ഇന്നത്തെ ഈ ഒരു ഇവരുടെ സമാധാനം എത്രത്തോളം സമാധാനം ചിന്തിക്കുക. നമ്മളെപ്പോഴും പറയുന്നുണ്ട് മുസ്ലിം പക്ഷത്തെ നമ്മൾ ശത്രുപക്ഷം നിർത്തുന്നതിനോട് ഒരു യോജിപ്പും നമുക്കില്ല എന്ന് പറയാറുണ്ട്. കാരണം അവർ മതം മാറ്റുന്നു എങ്കിൽ അത് പ്രത്യക്ഷത്തിലാണ്, അവർ കള്ളത്തരമില്ല. എന്നാൽ ഇവരങ്ങനെയല്ല. ഒരു ഹിന്ദു മതം മാറുമ്പോൾ പേര് മാറുന്നില്ല, ജാതി മാറുന്നില്ല, ഒന്നും മാറുന്നില്ല, അവന്റെ ഉള്ളിൽ കംപ്ലീറ്റ് മാറ്റം വന്നു. അപ്പോ ആ ഒരു ആളെ മാറ്റാതിരിക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇപ്പൊ നേരത്തെ പറഞ്ഞ 2% 2.3% ക്രൈസ്തവരൊക്കെയുള്ള ഈ രാജ്യത്ത് ഇതാണോ രാജ്യത്തെ കണക്ക്? അപ്പൊ പേടിക്കേണ്ടതില്ലല്ലോ കരുതും. ഇവിടെയാണ് വേറെ പ്രശ്നം. മോദി സർക്കാർ മതം മാറിപ്പോയിട്ടുള്ള SC/ST വിഭാഗങ്ങളുടെ സംവരണം ദലിത് ക്രൈസ്തവർക്ക് കൂടി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി, അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ വെച്ചു, ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷൻ. ആ കമ്മീഷൻ അവിടെ അന്വേഷണം നടത്തിയപ്പോൾ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് പ്രകാരം ഇവർക്ക് ആനുകൂല്യം കൊടുക്കണമെന്ന്. ഈ ഹിന്ദുക്കളുടെ വീട്ടിൽ വന്നിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ പേരിൽ അവർക്ക് അപ്പവും അടയും പാൽപ്പൊടിയും ചായയും പഞ്ചാമൃതവും കൊടുക്കാൻ നിൽക്കുന്ന ഈ പുരോഹിതർ പറയുകയാണ്, അല്ലെങ്കിൽ ഇവരുടെ ആളുകൾ പറയുകയാണ്, മതം മാറിപ്പോയിട്ട് അവിടെ ഞങ്ങൾക്ക് വളർച്ചയില്ല, തളർച്ചയാണ് എന്നുള്ളത്. അവർക്ക് സംവരണം കൊടുക്കണമെന്ന് ജസ്റ്റിസ് ബാലകൃഷ്ണൻ കമ്മീഷൻ പറയുകയാണ്. ആ ഒരു SC/ST സംവരണം ഇവർക്ക് കിട്ടിയാൽ ഇപ്പൊ നമ്മൾ 2.3 ആണെങ്കിൽ ആയിരിക്കില്ല,
ചിലപ്പോൾ 30-35% ഉണ്ടായിരിക്കും രാജ്യത്തെ ക്രൈസ്തവർ. കാരണം മതം മാറ്റൽ കള്ളത്തരത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമികളെ പോലെ പ്രത്യക്ഷത്തിലല്ല. അതുകൊണ്ട് തന്നെ ഇത് രാജ്യദ്രോഹമാണെന്ന് പറയുമ്പോൾ രാജ്യദ്രോഹമല്ലേ? ഉള്ളിന്റെ ഉള്ളിൽ നടത്തുന്ന ഈ ഒരു പ്രവർത്തനം, ഈ ധർമ്മ വ്യവസ്ഥക്കെതിരെയുള്ള പ്രവർത്തനം, രാഷ്ട്രത്തിന്റെ വൈവിധ്യങ്ങളാർന്ന സംസ്കാരം ഇല്ലേ? നമ്മൾ അതുകൊണ്ടാണ് ഇതിനെ മഹാരണ്യകത്തെ തകർത്തുകൊണ്ട് ഏകവിളയെ ഉണ്ടാക്കുന്ന ഒരു തോട്ടമാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇവിടെ ഇല്ലാത്തത് എന്തുണ്ട്? അവിടെ ഒന്നുമില്ല. ഭഗവാൻ വേദവ്യാസൻ പറഞ്ഞ പോലെ ഒന്നുമില്ല. എന്നാൽ അതും നിൽക്കട്ടെ, അതും ശ്രേഷ്ഠമാണ്. എന്നാൽ അതിനെ പ്രചരിപ്പിക്കാൻ നിങ്ങൾ കന്യാസ്ത്രീകളോ വിവാഹം കഴിക്കാത്ത അച്ഛന്മാരോ ആകാതെ നിങ്ങൾ പരസ്പരം അച്ഛനും അമ്മയും ആയാൽ നിങ്ങൾക്ക് ഉണ്ണികൾ ഉണ്ടാവും. ആ ഉണ്ണികളിലൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ മതത്തെ പ്രചരിപ്പിക്കേണ്ടത്. അല്ലാണ്ട് ഇവിടുന്ന് ആദിവാസികളെയും ദലിതുകളെയും ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ടല്ല. ദാരിദ്ര്യത്തെ സഹായിക്കണമെങ്കിൽ ദാരിദ്ര്യത്തെ സഹായിച്ചോളൂ. നമ്മൾ മദർ തെരേസയെ എല്ലാവരും ആദരിക്കുന്നവരാണ്. എന്നാൽ തെരേസ ഓൾറെഡി കൊടുത്ത ഒരു എഴുത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇത്ര ആളുകളെ യേശുവിന്റെ വഴിക്ക്, ക്രിസ്തുവിന്റെ വഴിക്ക്, ദൈവത്തിന്റെ വഴിയെ കൊണ്ടുവന്നു എന്ന. എത്ര വിഷമമുണ്ട് ഇതൊക്കെ. നമ്മളെല്ലാവരും ആദരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവർ ചെയ്ത എല്ലാ സത്പ്രവൃത്തികളെയും ആദരിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ ആ സത്പ്രവൃത്തികളിൽ ഒരു മതത്തിന്റെ കാര്യം കൊണ്ടുവന്നു എങ്കിൽ ആ സത്പ്രവൃത്തികൾ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വിചാരം ചെയ്യുന്നതിൽ എന്ത് തെറ്റ് പറയാൻ? മരിച്ചുപോയത് കൊണ്ടും അവർ ചെയ്ത പുണ്യപ്രവൃത്തികൾ കൊണ്ടും അവരെ കുറിച്ച് മറ്റൊന്നും നമ്മൾ പറയുന്നില്ല. ചെയ്തതൊക്കെ ശരിയാണോ എന്നുള്ളത് അവർക്ക് ആത്മവിചാരം ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതത്തിൽ വിശ്വസിക്കുന്നവരല്ലേ? ഇവിടെ അപ്പോ ഈ പറയപ്പെടുന്ന ആളുകൾ ഈ സംവരണം കൂടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ നിങ്ങൾക്ക് എടുത്തു വെച്ച വീഡിയോ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ 7 വർഷം മുമ്പ് വന്ന വാർത്തയുണ്ട്. യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. കോട്ടയം ജില്ലയിലെ പരിവർത്തിത ക്രൈസ്തവർ, കത്തോലിക്ക സഭയിൽപ്പെട്ട പരിവർത്തിത ക്രൈസ്തവർ, ദലിത് ക്രൈസ്തവർ, അവർക്ക് പ്രത്യേകം ഒരു സഭാ സംവിധാനം, അവർക്കൊരു അസോസിയേഷനും ഉണ്ട്. അവർ സമരം ചെയ്തു. എന്താണ്? പള്ളിയിൽ, കമ്മിറ്റിയിലും പുരോഹിത സ്ഥാനത്തും തങ്ങളെ പരിഗണിക്കുന്നില്ല എന്നായിരുന്നു അവരുടെ വിഷയം. അതിപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. കോട്ടയം ജില്ലയിലുള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കണം. 60കളിലോ 50കളിലോ തുടങ്ങിയ സംഘടനയാണ് അവരുടെ. അവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടി, അവർക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടും. ഇപ്പൊ മതപരിവർത്തനം നടത്തിയത് കൊണ്ടും ദലിതുകൾ, ആദിവാസികളെ ഒന്നും ക്രൈസ്തവരൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പൊ കൊണ്ടുപോകാൻ വരുമ്പോഴും ഇത് ചിന്തിക്കേണ്ടത് ഈ സമൂഹങ്ങളാണ്. ഇത് ഇവരുടെ വിഷയം മാത്രമാണ് എന്ന് കരുതുന്നിടത്താണ് തെറ്റ്. ഇതിലുള്ള കള്ളത്തരം, അല്ലെങ്കിൽ ഇതിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? മതം മാറിപ്പോയോണ്ട് എന്താ കുഴപ്പം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മതം മാറ്റം പോകുന്ന കന്യാസ്ത്രീകളെ ഓടിപ്പോയി രാഷ്ട്രീയക്കാർ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത്? പറഞ്ഞല്ലോ, എത്രയോ ബുദ്ധിമുട്ടുള്ള ആളുകൾ, എത്രയോ പ്രശ്നമുള്ള നിരപരാധികളായ ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അവർക്കൊന്നും വേണ്ടി അലമുറയിടാതെ എന്തുകൊണ്ടാണ് ഇവർക്ക് വേണ്ടി മാത്രം? അല്ലെങ്കിൽ ഇപ്പൊ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിൽ അത് ഹിന്ദുത്വ ഭീകരത എന്ന് പറയുന്ന കക്ഷി രാഷ്ട്രീയക്കാരോട് ഓരോരുത്തരോടും നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം ജൂലൈ മാസത്തിൽ അവസാനത്തോട് കൂടിയിട്ടാണ് തൃശ്ശൂരിൽ വെച്ചിട്ട് അവിടെ ധൻബാദ് ആലപ്പി എക്സ്പ്രസ് ട്രെയിനില് 2 കന്യാസ്ത്രീകളെ തൃശ്ശൂരിൽ വെച്ചിട്ട് ആ ട്രെയിനിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇതുപോലെ 3 പെൺകുട്ടികളുമായി വരുമ്പോൾ അവർ ഈ പറഞ്ഞ പോലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയാണോ എന്ന സംശയത്തിൽ തന്നെയാണ് അവരെ കേരളത്തിലെ ഈ പറയുന്ന പോലീസുകാർ അറസ്റ്റ് ചെയ്തത്. അവർക്കെതിരെ ചുമത്തിയത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 371, 2, 5, സെക്ഷൻ 34, പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 26 തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്തത്. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരും, കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരും ഇതിനെതിരെ ഇത്രയ്ക്ക് പ്രക്ഷോഭമുണ്ടായി. ഇതും കന്യാസ്ത്രീകൾ തന്നെയല്ലേ? അവരെവിടെ നിന്നൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 2-3 പെൺകുട്ടികളെ കൊണ്ട് ഇവിടെ ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട്, ആ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് സംശയം തോന്നിയിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് ഇത്രയും വകുപ്പ് അവർക്കും ചുമത്തിയിട്ടുണ്ട്. മതപരിവർത്തനം അടക്കമുള്ള സാധനങ്ങൾ, അവർ നിർബന്ധ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ അവർക്കും ചുമത്തി അവരെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ജൂലൈ 29-നാണ് അവർക്ക് ജാമ്യം ലഭിക്കുന്നത്. അതായത് ഛത്തീസ്ഗഡിലെ വിഷയം കത്തി ജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് അവർക്ക് ജാമ്യം കൊടുക്കുന്നത്. അതായത് ഛത്തീസ്ഗഡിലേക്ക് നോക്കിയിട്ട് അനീതിയാണ്, അക്രമമാണ്, ക്രൈസ്തവർക്ക് നേരെ കടന്നുകയറ്റമാണെന്ന് പറയുമ്പോ അതേ സമയത്ത് അതേ വിഷയം കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദു പക്ഷത്തുള്ള രാഷ്ട്രീയക്കാര് മണ്ടന്മാരായതുകൊണ്ടാണ് നമുക്കറിയില്ല, അവർക്കിതൊന്നും വിഷയമല്ല. അവർക്ക് ഹിന്ദു പക്ഷത്ത് നിന്നിട്ട് ഹിന്ദു ആചാരങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർക്ക് പ്രശ്നമില്ല.
അവരുടേതായിരിക്കുന്ന അവരെ ആക്ഷേപിക്കുമ്പോൾ മറ്റൊരു വിഷയം ഉണ്ടെങ്കിൽ അതിലിടപെടുന്നതിൽ അവർക്ക് വിഷയമില്ല. കാരണം അവർക്കതൊന്നും വിഷയമല്ല. അവര് വേറെ എന്തൊക്കെയാ ചിന്തയില്ല. അവരെല്ലാവരും ഓടുമ്പോൾ ഒപ്പം ഓടുകയാണ്. എന്തിനാ ഓടുന്നതെന്ന് അറിയില്ല. ഏതൊരു സിനിമയിൽ സലീം കുമാർ ഉണ്ടല്ലോ ഓടുന്നു, ബിരിയാണി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അയാൾ ഓടുമ്പോൾ കൊടുക്കണ്ടോ വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ താൻ എന്തിനാ ഓടണേ? അല്ല കൊടുത്താലോ എന്ന് ചോദിച്ച പോലെയാണ് ഇവരെ അങ്ങോട്ട് ഓടുകയാണ്. എന്തിനാന്ന് അറിയില്ല. അപ്പൊ അവിടെ നടന്ന അതേ വിഷയം ഇവിടെ നടന്നു. ലാസ്റ്റ് ഈ കൊണ്ടുവന്ന കുട്ടികൾ ഛത്തീസ്ഗഡിലുണ്ടായി അതേപോലെ തന്നെ പറഞ്ഞു, ഞങ്ങൾ സ്വമേധയാണ് വരുന്നത്. ഒരു വീട്ടുകാരും പറഞ്ഞു ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ കൺവേർട്ടഡ് ആണ്, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഛത്തീസ്ഗഡിലുണ്ടായത് എന്താ? 25-ാം തീയതി അറസ്റ്റ് ചെയ്യുകയാണ്. 26-ാം തീയതി ആ കുട്ടികളുടെ മാതാപിതാക്കൾ എഴുതി കൊടുക്കുകയാണ്, ഞങ്ങളുടെ അറിവോടുകൂടിയാണ് പോകുന്നത്. കുട്ടികൾ ആദ്യം പറഞ്ഞത് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ കുട്ടികൾ പിന്നീട് പറയുന്നത് അതൊക്കെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയപ്പോൾ പറഞ്ഞതാണ് എന്നാണ്. എന്തുകൊണ്ടാണെങ്കിലും ശരി, കന്യാസ്ത്രീകളല്ല ഏതാളുകളെയായാലും ശരി, സംശയത്തിന്റെ പേരിൽ ദേഹോപദ്രവം ചെയ്യുന്നവനോടൊന്നും നമുക്ക് യോജിപ്പില്ല. അതൊന്നുമല്ല അതിന്റെ ശരിയായ രീതി. നിയമവശം തന്നെയാണ്. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെയാണ് ഛത്തീസ്ഗഡിലെ വിഷയം. നമ്മൾ എല്ലാവരും വിചാരം ചെയ്യണം, 1968 കോൺഗ്രസ് സർക്കാരാണ് ഈ നിർബന്ധിത മതപരിവർത്തന നിയമം കൊണ്ടുവരുന്നത്. അതും തന്നെ 50കളിൽ. ഇത് മധ്യപ്രദേശിന്റെ ഭാഗമായിരുന്നു അന്ന് ഛത്തീസ്ഗഡ്. ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മീഷനെ വെക്കുന്നത്. ആ കമ്മീഷൻ ഈ സമിതിക്ക് മുമ്പാകെ ചില കാര്യങ്ങൾ, സമിതിയുടെ ശുപാർശകൾ, ആ ശുപാർശകൾക്ക് ഇന്നും പ്രാധാന്യമുണ്ട്. സമിതി അന്ന് വെച്ചാൽ മതം മാറ്റം മുഖ്യ ദൗത്യമായ സുവിശേഷകരെയും വിദേശികളെയും പിൻവലിക്കണം. രണ്ടാമത്തെ, മതം മാറ്റത്തിന് ഉപയോഗിക്കുന്ന ചികിത്സ തുടങ്ങിയ സേവനങ്ങൾ നിരോധിക്കണം. മതം മാറ്റത്തിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ചികിത്സ. ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ, കന്യാസ്ത്രീകൾ നേഴ്സുമാരാണ് സഹായിക്കാൻ വേണ്ടി. എവിടെയാ? ഇവിടെ മതം മാറ്റിയവർക്ക് സഹായമില്ല, മതത്തിലുള്ളവർക്ക് സഹായമില്ല. പക്ഷെ അവിടെ പോയിട്ട് സഹായിക്കാൻ മുട്ടി നിൽക്കുകയാണ്. പിന്നെ ബലപ്രയോഗം, പ്രേരണ എന്നിവ വഴിയും ദൗർബല്യം ചൂഷണം ചെയ്തുള്ള മതം മാറ്റം വിലക്കണം. ഇവിടെ നിർബന്ധിച്ച് മതം മാറ്റിയോ എന്ന് ചോദിച്ചാൽ എന്താണ് നിർബന്ധിച്ച മതം മാറ്റല്? കഴുത്തിൽ കുത്തിപ്പിടിക്കലും വാളുകൊണ്ട് കാണിക്കലും മാത്രമല്ല, അവരുടെ ദൗർബല്യം, ആ ദൗർബല്യമാണ് ഈ പറയപ്പെടുന്ന ഇടങ്ങളിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിരോധിക്കണം. അന്നേ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് പറഞ്ഞതാ. വിദേശികളുടെ സുവിശേഷം, അനധികൃത മതം മാറ്റം എന്നിവ തടയാൻ ഭരണഘടന ഭേദഗതി ചെയ്യണം എന്നിട്ട് സമിതി ശുപാർശ ചെയ്തതാ. സേവനം ചെയ്യുമ്പോൾ സുവിശേഷ പ്രവർത്തനം വിലക്കും വിധം ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും രജിസ്ട്രേഷൻ ഭേദഗതി ചെയ്യണം. ചികിത്സിക്കണ നേരത്ത് ഇവരങ്ങോട്ട് പോകുമ്പോൾ നേരത്തെ ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മാറ്റും. പിന്നെ സർക്കാർ അറിയാതെയുള്ള സുവിശേഷ ലഘുലേഖ വിതരണം നിർത്തണം. സുവിശേഷത്തിന് വേണ്ടിയിട്ട് ലഘുലേഖ, പ്രത്യേകിച്ച് ആദിവാസി ഊരുകളിൽ ഒക്കെ പോകുന്ന സമയത്ത്, ട്രൈബൽ ഏരിയ ആണല്ലോ, അവിടെയൊക്കെ പോകുന്ന സമയത്ത് ആ പോകുന്നവർക്ക് അവരെ എഴുതി കൊടുക്കുന്ന എന്താണെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ഉണ്ടാകണം. ചികിത്സയ്ക്ക് പോകുന്നവർ മതത്തെക്കുറിച്ച് മിണ്ടിയാൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കണം. മരുന്നിന്റെ പേര് പറയാം, കർത്താവിന്റെ പേര് പറയേണ്ട ആവശ്യമില്ല. മരുന്നിന്റെ പേര് പറയാം, ചികിത്സിക്കാം. ഇതാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ പിന്നെ അതുപോലെ തന്നെയാണ് ഈ ദാരിദ്ര്യം കൊണ്ടാണ് ഈ പറയുന്ന ഹൈന്ദവരിലെ ഈ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മതം മാറ്റുന്ന, അവർക്ക് അവിടെ സഹായം കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ, ക്രൈസ്തവർ എന്തുകൊണ്ടാണ് ഈ പാസ്റ്റർമാർ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ ഇത്തരം പ്രേക്ഷിത പ്രവർത്തന സുവിശേഷകരും എന്തുകൊണ്ടാണ് ഹൈന്ദവ ഭവനങ്ങളിൽ മാത്രം പോകുന്നത്? സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ദലിതുകളും ആദിവാസികളെക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വിഭാഗമായി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങളാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സുവിശേഷം പറയുന്നവരെന്താ ഒരു മുസ്ലിം ഭവനത്തിൽ പോയിട്ട് ഇത് പറയാത്തെ? അവിടെ പോയാൽ വിവരറിയും, ഇവിടെ വന്നാൽ വിവരറിയില്ല. ഇതിനർത്ഥം ഉപദ്രവിക്കണമെന്നല്ല, പ്രതികരിക്കണം. ഈ വിഷയത്തിൽ നമുക്ക് ഇൻട്രസ്റ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാലേ, ആദിവാസി, ദലിത്, പിന്നോക്ക വിഭാഗങ്ങളുടെ സംസ്കൃതി നശിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവരുടെ അറിവില്ലായ്മ, അവരുടെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവരെ ആ രീതിയിലേക്ക് മാറ്റുകയല്ല വേണ്ടത്, അവരായി നിലനിർത്തുകയാണ് വേണ്ടത്.
അവർക്ക് ജീവിത സാഹചര്യം ഉണ്ടായി കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ അവർക്ക് രോഗമുണ്ട്, അവരെ ശുശ്രൂഷിക്കണം, അവർക്ക് അറിവില്ല, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ക്രൈസ്തവർക്ക് തോന്നുന്നു എങ്കിൽ ചെയ്തോളൂ. എന്നാൽ ഈ സാഹചര്യം ഇപ്പോഴും ഈ രാജ്യത്ത് തുടരുന്നു എങ്കിൽ ഈ രാജ്യത്തെ ഭരണ സംവിധാനം പരാജയമാണെന്ന് പറയേണ്ടി വരും. ഈ രാജ്യത്തെ ഭരണവ്യവസ്ഥയുടെ പരാജയമാണ്. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട് രാജ്യത്തെ ദലിത്, ആദിവാസി, പിന്നാക്ക വിഭാഗങ്ങൾക്ക് ദാരിദ്ര്യമുണ്ട് എങ്കിൽ അത് തീർക്കേണ്ടത് ഈ ക്രൈസ്തവ മിഷണറിമാരാണോ എങ്കിൽ സംവിധാനം മാറ്റി ദൈവരാജ്യം സ്ഥാപിക്കുകയല്ലേ വേണ്ടത്? എന്തിനാണ് ജനാധിപത്യം? ജനാധിപത്യ രാജ്യത്ത് ഇപ്പോഴും ഈ സമൂഹങ്ങൾക്ക് ചികിത്സ കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ, വസ്ത്രം കൊടുക്കാൻ, ജോലി കൊടുക്കാൻ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് മാത്രമേ ആകൂ എങ്കിൽ, അല്ലെങ്കിൽ അവരെ ആശ്രയിച്ച്, അല്ലെങ്കിൽ അവർക്ക് ആശ്രയമായി നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ആകൂ എങ്കിൽ ഹിന്ദു പക്ഷം എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിനെ കൊണ്ടുകൂടി എന്ത് കാര്യം? അത് നമ്മൾ ആ സർക്കാരിനെ മാത്രം പറഞ്ഞല്ല, ഇവിടെ ഇടത്, വലത്, നടുക്ക്, ഒടുക്ക് ഒക്കെ ഭരിക്കുന്നവരും ഭരിച്ചവരും ഒക്കെയുണ്ട്, ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ക്രൈസ്തവരുടെ സഹായമായി കൊണ്ട് മാത്രമേ ഇവിടുത്തെ ആദിവാസി, ദലിത്, പിന്നോക്ക വിഭാഗങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ എങ്കിൽ ഭരണപരാജയമാണ്, സംവിധാന പരാജയമാണ്. അത് രാജ്യത്തെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കുകയാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഓരോ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആക്ഷേപിക്കുകയാണ്. കാരണം സഹായം ചെയ്യുന്നതിന് തെറ്റില്ല. മതം മാറിയാൽ മാത്രമേ ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു സംവിധാനം സഹായിക്കൂ, അത് രാഷ്ട്രത്തിന്റെ ഭരണവ്യവസ്ഥ സഹായിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോഴുള്ള ആ തീവ്രത ഓരോരുത്തരും ഒന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മൾ പറയുന്നതിന്റെ ആഴം എത്രയുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടോ? നിങ്ങൾക്ക് ഭക്ഷണമില്ലേ? എന്നാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, ഞങ്ങൾക്ക് മാത്രമേ സഹായിക്കാനാകുള്ളൂ, ഞങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പിൻപറ്റണം. ഇത് വാളെടുത്തു പറഞ്ഞാലും, ദാരിദ്ര്യത്തെ മുതലെടുത്ത് പറഞ്ഞാലും, അറിവില്ലായ്മ മുതലെടുത്ത് പറഞ്ഞാലും, അവന്റെയൊക്കെ എന്താ പറയാ കഴിവുകേടിന് മുതലെടുത്ത് പറഞ്ഞാലും അതിന്റെ പേരാണ് നിർബന്ധിത മതപരിവർത്തനം. അത് രാജ്യത്ത് നടക്കുന്നു എങ്കിൽ ആ സംവിധാനം, ഇവിടെയുള്ള ഭരണവ്യവസ്ഥയുടെ പരാജയമാണ്. ഒപ്പം ഹൈന്ദവ ധർമ്മപക്ഷത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഓരോരുത്തരുടെയും പരാജയം. ഇതുപോലെ സുവിശേഷം പറഞ്ഞുകൊണ്ട് ക്രൈസ്തവരുടെ വീട്ടിലേക്കും പോകാമല്ലോ, അല്ലാണ്ട് തല്ലുകയല്ല. ഇനി അതുപോലെ തന്നെ എന്താ ഇവർ ക്രൈസ്തവ മതത്തിലേക്കോ ഇസ്ലാം മതത്തിലേക്കോ മാത്രം കൺവെർട്ട് ചെയ്യപ്പെടുന്നത്? ഇതിന് കാരണം ഇപ്പോഴും ഹിന്ദു പക്ഷം തുടരുന്ന ഈ ബ്രാഹ്മണിക്കലായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് ഹിന്ദു എന്ന തെറ്റായ ആദർശമാണ്. ബജ്രംഗദൾ എന്ന് പറയുന്ന സംഘടന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പോഷക സംഘടനയാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വമാണ്. ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വം തന്നെയാണ്. അതിന്റെ അപ്പുറം ഒരു ഹിന്ദുത്വം ഉണ്ട്. വേദിക് കൾച്ചറിലാണ്, താന്ത്രിക് കൾച്ചർ ഉണ്ട്. എന്നാൽ നമ്മൾ നേരിട്ട് നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുള്ളതാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ വൈവിധ്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഹിന്ദു പറഞ്ഞാൽ വേദിക് ഹിന്ദുവാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന മതത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നത് താന്ത്രികമായ പാരമ്പര്യമുള്ള എല്ലാ വിഭാഗങ്ങളും, ഇവൻ ആദിവാസി വരെ തന്ത്ര പാരമ്പര്യമുള്ളവരാണ്. എന്നാൽ അതിനെ ഉൾക്കൊള്ളാനോ, അതിനെ മനസ്സിലാക്കാനോ, അതിനെ പ്രചരിപ്പിക്കാനോ, അതിനെ സംരക്ഷിക്കാനോ, അതിനെ തകർക്കാതിരിക്കാനോ ഈ പക്ഷത്തൊന്നും ഒരിക്കലും തന്നെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്താ? അവിടെ മറ്റുള്ളവർ വരും. പ്രത്യേകിച്ച് ആദിവാസി വിഷയത്തിൽ പോകുന്ന സമയത്ത് എന്തു പറയുവര്? ഇവിടെയാണ് നമുക്ക് വന്ന വീഴ്ചകൾ നാം പരിഹരിക്കേണ്ടതുണ്ട്. നമുക്ക് വന്ന വീഴ്ചകൾ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്താണെന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കാത്തതിന്റെ കുറവ് എല്ലാവർക്കുമുണ്ട്. അവിടെ ഭക്ഷണത്തിലായിരിക്കാം, ഭാഷയിലായിരിക്കാം, വസ്ത്രത്തിലായിരിക്കാം, ജീവിതശൈലിയിലായിരിക്കാം, കർമ്മത്തിലായിരിക്കാം. വ്യത്യസ്തരാണ് ഹൈന്ദവർ. അതെല്ലാം ശ്രേഷ്ഠമാണ്, അതെല്ലാം ശ്രേഷ്ഠമാണ്. വർണ്ണാശ്രമാണ് സർവേഷ ആചാര സദ്ഗതിപ്രദ എന്ന്. ഏത് വർണ്ണത്തിൽ പെട്ടോട്ടെ അവരുടെ എല്ലാം ആചാരങ്ങൾ ശ്രേഷ്ഠമാണ്, അവർക്കെല്ലാം സദ്ഗതി ലഭിക്കുമെന്നാണ് ധാർമ്മിക ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു വർണ്ണമോ ഏതെങ്കിലും ഒരു കാസ്റ്റോ കമ്മ്യൂണിറ്റിയോ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം തൽപര കക്ഷികളുടെ താല്പര്യം കൊണ്ട് അവരെ എതിർച്ചേർത്താണ്. എന്നാൽ ആത്യന്തികമായി ധർമ്മം പറയുന്നതാണ് നിങ്ങൾ ഏത് വർണ്ണമാകട്ടെ, ഏത് വർണ്ണം എന്ന് പറഞ്ഞാൽ സവർണനും അവർണനും ആയിക്കോട്ടെ, നിങ്ങളുടെ എല്ലാം സർവേഷാം ആചാര സദ്ഗതിപ്രദ, നിങ്ങളുടെ എല്ലാം ആചാരങ്ങൾ സദ്ഗതിയിലേക്കുള്ളതാണ്. അവിടെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇപ്പോഴും ഐഡിയോളജിക്കലി വേദിക് കൾച്ചറാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു ആകണമെങ്കിൽ ഇത് വേണമെന്ന്. അപ്പൊ പിന്നെ ദൈവരാജ്യം പറയുന്ന ക്രൈസ്തവരും വിശ്വ ഹിന്ദു പരിഷത്ത് തമ്മിൽ എന്ത് ഭേദം? അതുപോലെ തന്നെ ഈ അള്ളാഹുവിന്റെ രാജ്യം വരണമെന്ന് കരുതുന്ന മുസ്ലിങ്ങളും ഇവരും തമ്മിൽ എന്ത് ഭേദം?
ഈ വേദത്തിൽ ഇവന് കുറച്ചുകൂടി വായിക്ക് കൃത്യമായി രുചിയായിട്ട് ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ ജീവിക്കാനും അവന് പറയാനും സുഖം ചിലപ്പോ ക്രൈസ്തവമായിരിക്കുന്ന കർത്താവേ ഈ വിളിയായിരിക്കും. നിന്റെ രാജ്യം വരയണമേ, ഇത് പറഞ്ഞാൽ മതിയല്ലോ, ഒരു കുരിശ് വരച്ചാൽ മതിയല്ലോ, വേറെ ബുദ്ധിമുട്ടില്ലല്ലോ. എന്നാൽ ആദിവാസിയുടെ തനത് സംസ്കാരത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അതിനെ പ്രചരിപ്പിച്ചുകൊണ്ട് അവരവിടെ നിലനിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു മിഷൻ തന്നെ വലുതായിരിക്കും. ആ മിഷൻ വലുതായിരിക്കും. ഇവിടെ അതല്ല, ഇവിടെ വനവാസി കല്യാണിലൂടെ പഠിപ്പിക്കുന്നത് ഭഗവത്ഗീതയാ. ഭഗവത്ഗീത അങ്ങനെ പഠിപ്പിക്കാൻ ഭഗവത്ഗീത എഴുതിയ ആൾക്കാർ പോലും പറഞ്ഞിട്ടില്ല. ഗീതാശാസ്ത്രം ഇതം പുണ്യം എന്ന് പറഞ്ഞ രഹസ്യം എന്നും പറയുന്നു. എന്താണ് അതൊക്കെ? അത്ര സങ്കീർണമായി എഴുതി വെച്ച കാര്യങ്ങളാണ്. ലളിതമായിട്ട് കിട്ടുന്ന രീതിയിൽ ആദിവാസിക്ക് അതിന്റെ സംവിധാനമുണ്ട്. എല്ലാ ഹൈന്ദവർക്കും അതിന്റെ സംവിധാനമുണ്ട്. കർമ്മം കുരു എന്ന് കൃഷ്ണൻ പറയുമ്പോൾ അത് പഠിച്ചിട്ടല്ല ആരും സ്വന്തം കർമ്മത്തെ ധർമ്മത്തെ ജന്മനിയോഗമായി ചെയ്തു പോയത്. ആരും അതുകൊണ്ടല്ല, ആരും നിർബന്ധിച്ചിട്ടല്ല. നിർബന്ധിക്കലും പണിഷ്മെന്റ് കൊടുക്കലൊക്കെ ഇടക്കാലത്ത് ഇരുണ്ട കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അതുവരെയും ആർക്കും പ്രത്യേകിച്ചൊരു പ്രത്യേകതയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വല്ലാണ്ട് ശക്തമാണെങ്കിൽ പഴശ്ശിക്കൊപ്പം ചന്തു യുദ്ധത്തിന് പോകുമോ? അപ്പൊ ആ പോകുന്നു എങ്കിൽ ഇവിടെ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അപ്പൊ കണ്ണപ്പൻ ഈ പറഞ്ഞ പോലെ തന്നെ ശിവഭഗവാന്റെ മുന്നിൽ കൊണ്ട് തനിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്ന ഒരു സംവിധാനമില്ലേ? എന്നാൽ നമുക്കപ്പോ അവിടെയാണ് ക്രൈസ്തവരാവട്ടെ മുസ്ലിം ആവട്ടെ മതം മാറ്റാൻ വേണ്ടി നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാന പ്രശ്നം ദാരിദ്ര്യവുമാണ്. അല്ലെങ്കിൽ അവന്റെ സംസ്കാരത്തിന് വേണ്ട വില കൊടുക്കുന്നില്ല. അവനെ നിങ്ങൾ ആദരിക്കണമെങ്കിൽ അവൻ നിങ്ങൾ പറയുന്ന പോലെ മാറിയാൽ മാത്രമേ ഹിന്ദു ധർമ്മപക്ഷത്ത് നിങ്ങൾ അവനെ അംഗീകരിക്കൂ എന്ന് വരികിൽ അവൻ ഇതിനേക്കാൾ സുഖം അവിടെയാണ്. കാരണം ഇത് ഒരു വേറെ അവൻ അറിയാത്ത കുറെ കാര്യങ്ങളാണ്, അവന് ശീലമില്ലാത്ത കാര്യങ്ങളാണ്. അവിടെ അവന് ശീലമില്ലാത്ത അവന് സുഖമാണ്. അപ്പോ ഭരണപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ തകർച്ച എന്ന് പറയുമ്പോൾ അടുത്തൊന്ന് ഹിന്ദു ധർമ്മപക്ഷത്തിന്റെ തകർച്ചയാണ്. ഇതിന് മാറ്റം വരുത്തണം. മാറ്റം വന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? ഇയാള് പറഞ്ഞോട്ടെ ഞങ്ങൾ മാറ്റില്ല എന്നാണെങ്കിൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. രാജ്യത്ത് ലോകസഭാ സീറ്റ് എന്ന് പറയുന്നത് 543 സീറ്റാണ് ലോകസഭയിലുള്ളത്. ആ 543 സീറ്റിൽ 131ഓളം സീറ്റ് SC ST വിഭാഗത്തിന് മാറ്റിവെച്ചിട്ടുള്ളതാണ്. അതാത് മതപരിവർത്തനം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ദൈവരാജ്യത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ശീലകമെന്ന് മഹാനായ അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണത്തിലേക്ക് കയറണം. ഭരണത്തിലേക്ക് കയറണമെങ്കിൽ എന്ത് വേണം? അവരുടെ സീറ്റ് വേണം. ആ സീറ്റ് വേണമെങ്കിൽ എന്ത് വേണം? ഇവിടെയുള്ള ഈ 131 സീറ്റുകളുടെ ഭാഗമാണ് ഈ 130ഓളം വരുന്ന സീറ്റുകളുടെ ആളുകൾ തങ്ങളുടെ പക്ഷത്തായി കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന മതപരിവർത്തനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് കൂടി സംവരണം എന്ന സംവിധാനം കൂടി വന്നാൽ രാജ്യത്ത് ആര് പ്രധാനമന്ത്രിയാകണം, ആര് മുഖ്യമന്ത്രിയാകണം, ആര് പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം, ആര് വാർഡ് മെമ്പർ ആകണമെന്ന് ചിന്തിക്കാൻ അത് പ്രവർത്തിപ്പിക്കാൻ ഇവർക്കാകും. കാരണം ഇപ്പോൾ തന്നെ കേവലം 2% വരുന്ന ആളുകളെ ഭയന്നുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു നടുക്കോടുന്നു വടക്കോടുന്നു തെക്കോടുന്നു. ഇതിന് കാരണം എന്താ? ആ ഒരു വോട്ടിനെ തന്നെ അവർക്ക് ഭയമാണ്. അപ്പൊ ഈ സംവിധാനം വന്നാലോ? അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് കേവലം ദൈവരാജ്യത്ത് കൂടി യേശുവിന്റെ വഴിയിലൂടെ സഞ്ചരിപ്പിച്ച് അവനങ്ങട്ട് പുണ്യാളനാക്കാമെന്ന് കരുതിയിട്ടല്ല, രാജ്യത്തെ ഭരണം കൈയാളുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ ബ്രാഹ്മണി കൾട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുടെ ലക്ഷ്യം അത് തന്നെയാണ്. അവിടെയാണ് പറഞ്ഞത് നമ്മൾ അങ്ങനെ ആകരുത്. അതല്ല ഹിന്ദു ധർമ്മം, അതല്ല രാഷ്ട്രധർമ്മം. ഈ രാഷ്ട്രത്തിന്റെ ധർമ്മം വൈവിധ്യങ്ങളുടേതാണ്. ഈ രാഷ്ട്രം എന്ന് നിലനിന്നത് വൈവിധ്യങ്ങൾ കൊണ്ടാണ്. ആ വൈവിധ്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. ആ വൈവിധ്യം എന്ന് പറഞ്ഞൊരു വടവൃക്ഷമാണ്, വലിയൊരു അരയാല് പോലെയാണ്. അതിന്റെ ശാഖകളും ഇലകളും വേരുകളും എല്ലാം തടിയും എല്ലാം തന്നെ എന്താണ്? ഈ സംസ്കൃതിയുടെ കാവലാളരാണ്. ഇതാ നമ്മൾ മനസ്സിലാക്കിയല്ലോ. ആരും മനസ്സിലാക്കിയ മാക്സ് മുള്ളർ വന്നപ്പോൾ മാക്സ് മുള്ളർ മനസ്സിലാക്കിയില്ല. എന്നാൽ ഇന്ന് വൈദേശികമായിരിക്കുന്ന ഈ മതസ്ഥരും അതിന്റെ പിന്നണി പ്രവർത്തകരും മനസ്സിലാക്കിയിരിക്കുന്നു. ആ മനസ്സിലാക്കിയതിന്റെ ഭാഗമാണ് മാക്സ് മുള്ളർ വേദം തിരുത്തി വേദങ്ങൾക്കെതിരെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു വെച്ചെങ്കിൽ ഇപ്പോൾ അതല്ല, അടിസ്ഥാനപരമായി മതം മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ തായ്വേരുകളെയാണ്. ഈ ധർമ്മത്തിന്റെ തായ്വേരുകളെയാണ്. ഈ ധർമ്മത്തിന്റെ തായ്വേരാണ് ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങൾ. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ പാദമാണെന്ന് പഠിച്ച നിങ്ങൾ പാദം ഒരിക്കലും മോശമല്ല എന്ന് പഠിച്ചിട്ടില്ല. അത് നിങ്ങളും പഠിച്ചിട്ടില്ല, അവരും പഠിച്ചിട്ടില്ല. ബേസാണ്, അടിസ്ഥാനമാണ്. അടിസ്ഥാനത്തെ വെട്ടിയാൽ, കാല് വെട്ടിയാൽ നിവർന്നു നിൽക്കാനാകില്ല. അത് ഹിന്ദു ധർമ്മത്തിന്റെ ആധാരം 4 വേദങ്ങളല്ല, അതിൽ
അടിസ്ഥാനപരമായി ധർമ്മത്തെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ പ്രകൃതി പരിപാലകരായിരിക്കുന്ന ആദിമ നിവാസികളാണ്. അവരുടെ സംസ്കൃതി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇതിന് തായ്വേര് മുറിഞ്ഞു എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദിവാസികളെ ലക്ഷ്യമിച്ചിരിക്കുന്നത്, നെക്സ്റ്റ് ദലിതുകളെ ലക്ഷ്യമിച്ചിരിക്കുന്നത്, നെക്സ്റ്റ് OBC വിഭാഗം ലക്ഷ്യമിച്ചിരിക്കുന്നത്. കാരണം ബ്രാഹ്മണരും ബ്രാഹ്മണിസവും പിൻപറ്റുന്ന സത്യസന്ധമായ ആളുകളാണ് കേവലം തുലവും തുച്ഛമാണ്. 1% തികച്ചുണ്ടോ എന്ന് അറിയില്ല, അതിന്റെ അപ്പുറമുള്ളവരാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പോക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ പറയുന്ന നേരത്ത് ഒഡീഷയിലുണ്ടായ ഒരു സംഭവം, ഒഡീഷയില് കന്ധമാലിൽ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന് പറഞ്ഞ സന്യാസിയെ, അതുപോലെ അദ്ദേഹം കൂടെ 4 പേരെയും മാവോയിസ്റ്റുകൾ കൊന്നത് നിങ്ങൾ എല്ലാവരും വാർത്തകളിലൂടെ കേട്ടിട്ടുണ്ടായിരിക്കാം. അവിടെ നടക്കുന്ന മതപരിവർത്തനത്തിനെതിരെ പ്രവർത്തിച്ച ആളാണ് ലക്ഷ്മണാനന്ദ സരസ്വതി സ്വാമികൾ. എന്നാൽ അദ്ദേഹം അത് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തെ മാവോയിസ്റ്റുകൾ വെടിവെച്ച് കൊല്ലുമ്പോൾ, അദ്ദേഹത്തിന്റെ ഒപ്പം ആളുകളെ കൊല്ലുമ്പോൾ ആ കൊന്ന കൂട്ടത്തിലെ 4 പേർ ഛത്തീസ്ഗഡിലുള്ളവരാണ്, ഛത്തീസ്ഗഡിലുള്ളവരായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അപ്പോ ഈ ഹിന്ദു ധർമ്മപക്ഷത്ത് നിൽക്കുന്ന ആചാര്യന്മാരെ, അത് പ്രചരിപ്പിക്കുന്ന ആചാര്യന്മാരെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുമ്പോ അതിനെതിരെ ആരും പ്രതിഷേധിക്കുന്നില്ല. ഗുജറാത്തിൽ നമുക്കറിയാം 2 സ്വാമിമാരെ, സന്യാസിമാരെ ആൾക്കൂട്ടം എത്ര ഉപദ്രവിച്ചാ കൊന്നില്ലേ, കല്ലെറിഞ്ഞോ മറ്റോ കൊന്നേ. ഇവിടെ ആരും ഓടിപ്പോകുന്നതും വിഷമിക്കുന്നതും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന നമ്മൾ കണ്ടില്ല. അപ്പൊ അവിടെ ലക്ഷ്മണാനന്ദ സരസ്വതി സ്വാമികളാവട്ടെ, അദ്ദേഹത്തെയൊക്കെ ഈ വിധം കൊല്ലുമ്പോ എന്തേ കൊല്ലണമെന്നല്ല, കൊല്ലുന്നത് ചെയ്യാൻ പാടില്ല, അത് നിയമവിരുദ്ധമാണ്, ധർമ്മവിരുദ്ധമാണ്. എന്നാൽ എന്താ ഹിന്ദുക്കളെ മാത്രം ഈ പറയുന്ന ട്രൈബൽ മേഖലയിലുള്ള ആളുകൾ ഇങ്ങനെ ആക്രമിക്കുന്നത്? ഒന്ന് എന്തോ ഈ പറയുന്ന ബ്രാഹ്മണ ചിന്തയായിരിക്കാം. ഇനി മറ്റൊന്ന്, മറ്റാരോ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റവരുടെ പ്രേരണയുണ്ടോ എന്നുകൂടി ചിന്തിക്കണം. അത് ആരാണെന്ന് നമ്മൾ പറയുന്നില്ല. കാരണം മറ്റാർക്കും ആപത്ത് സംഭവിക്കുന്നില്ല, അവർക്ക് പ്രചരിപ്പിക്കാം. എന്നാൽ ഹിന്ദു ധർമ്മപക്ഷത്തുള്ളവർക്ക് അത് പ്രചരിപ്പിക്കാനാവില്ല, പ്രൊട്ടക്ട് ചെയ്യാനാവില്ല, അവരെ കൊന്നുകളയും എന്നൊരു സാഹചര്യം രാജ്യത്തുണ്ടെങ്കിൽ ഇത്ര ഭീകരമാണെന്ന് ആലോചിക്കൂ. അപ്പൊ അവിടുത്തെ മാവോയിസ്റ്റുകൾക്ക് പിന്തുണ കൊടുക്കുന്നത് ആരാ? മാവോയിസ്റ്റ് പിന്തുണ കൊടുക്കുന്ന ആർക്കാ? ഇതൊക്കെ നമ്മൾ വിചാരം ചെയ്യണ്ടേ? ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ സംസാരിക്കാനുള്ള കാര്യം നമ്മൾ സ്വതവേ ഇനിയുള്ള സാമൂഹികമായ ഇത്തരം വിഷയങ്ങൾ ഇടപെടില്ല എന്ന് തന്നെ കരുതിയിരിക്കുകയാണ്. ആ സമയത്ത് നിരന്തരം ആശ്രമത്തിലേക്ക് വന്ന കോളുകളും മെസ്സേജുകളും ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ വെച്ചാൽ ഇതെന്താ വിഷയം ഉണ്ടായി വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗം എന്തെങ്കിലും സംസാരിക്കുമെന്ന് ഏതെങ്കിലും സന്യാസിമാരെ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അവരൊക്കെ മൗനത്തിലായി എന്നാണ് ഇവിടെ വിളിച്ചവരും പറഞ്ഞവരൊക്കെ പറഞ്ഞത്. കാരണം ഹിന്ദു ധർമ്മപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോലും അരമനയിലാണ് സ്വാമി. അതുകൊണ്ട് ഇനി അവരും ഉണ്ടില്ല, അവരെ സപ്പോർട്ട് ഇല്ലാണ്ടാവും. കാരണം ബജ്രംഗൽ ചെയ്ത് തെറ്റോ ശരിയോ എന്നറിയില്ല. അവര് വോട്ട് കൊണ്ടുകൂടിയാണ് കേന്ദ്രഭരണം നടക്കുന്നത്. പക്ഷെ അവര് ഈ കേരളത്തിലുള്ള അതിന്റെ ആൾക്കാരെന്ത് ചെയ്തു? അവരും ഇവരെ തള്ളി പറഞ്ഞു. അപ്പൊ നമ്മൾ ബജ്രംഗൽ നന്നാക്കി പറയും ഒന്നും നമ്മുടെ വഴിയല്ല, അത് നമ്മളെ സംഘടന ആളല്ലല്ലോ. എന്നാൽ ഹിന്ദു എന്ന പക്ഷത്തു നിന്നുകൊണ്ട് പറയുകയാണ്, ഹിന്ദുക്കൾ ആരെയാണ് പ്രതീക്ഷിക്കുന്നത്? ആരെയാണ് പ്രതീക്ഷിക്കുന്നത്? സംഘടിതമായ വോട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം നൽകൂ, നിങ്ങളുടെ പക്ഷത്ത് നിൽക്കൂ എന്ന് പറയുന്ന ഹിന്ദുപക്ഷ രാഷ്ട്രീയവാദികളെയാണോ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് രക്ഷ വേണമെങ്കിൽ ഹിന്ദുക്കൾ രാഷ്ട്രീയമായി സംഘടിച്ചെന്നേ പറ്റുള്ളൂ. വോട്ട് നമ്മൾ എന്നും പറയുന്ന പോലെ ആർക്ക് വേണമെങ്കിലും വോട്ട് കൊടുക്കാം. നമ്മൾ ഈ നിർബന്ധം പിടിക്കരുത് BJPക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന്, കമ്മ്യൂണിസ്റ്റ് മാത്രമേ കൊടുക്കുള്ളൂ, കോൺഗ്രസിന് മാത്രമേ കൊടുക്കുള്ളൂ, നിർബന്ധം പിടിക്കല്ലേ ഹിന്ദു വോട്ട് കൊടുക്കേണ്ട ആർക്കാണ്? ഹിന്ദുക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നവർക്കാണ് ഹിന്ദു വോട്ട് കൊടുക്കേണ്ടത്. ആർക്കും കൊടുത്തോളൂ. പിണറായി വിജയൻ ജയിച്ചാൽ നമുക്കെന്താ? നമ്മുടെ കാര്യം നടക്കണം. VD സതീശൻ ജയിച്ചാൽ നമുക്കെന്താ? നമ്മുടെ കാര്യം നടക്കണം. ഇനി ചന്ദ്രശേഖരൻ ജയിച്ചാൽ നമുക്കെന്താ? നമ്മുടെ കാര്യം നടക്കണം. ഇവരിങ്ങോട്ടൊന്നും പ്രത്യേകിച്ച് മമത കാണിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ട് മമത? ഈ അടിമത്വ രാഷ്ട്രീയത്തിൽ ഹിന്ദു പോയാൽ എന്നും ഹിന്ദുവിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും, ഒരു സംശയവുമില്ല. കാരണം എന്താ? ഇയാള് രാഖി കെട്ടി, ഇയാൾ ഷായിക്ക് പോകുന്നുണ്ട്, ഇയാൾ അമ്പലത്തിൽ തന്നെയാണ്, ഇയാളുടെ വോട്ട് ഞങ്ങൾക്ക് തന്നെയാണ്, ഇവർ ഉറപ്പിച്ചു. പിന്നെ എന്ത് ചെയ്തു തരും? എന്നാൽ സഭകളുടെ കാര്യം അങ്ങനെയല്ല. സഭ എപ്പോൾ വേണമെങ്കിൽ ഇടയലേഖനം വായിക്കും, അവരെപ്പോ വേണമെങ്കിലും പറയും, അത് അവിടുത്തെ ആളുകൾ കേൾക്കും. ഇവിടെ എത്ര നമ്മൾ പറയുന്നതിന് നിങ്ങൾ എത്ര പേര് കേൾക്കും? നമ്മളെ കേൾക്കേണ്ട, നിങ്ങൾക്ക് പ്രിയമുള്ളവർ പറഞ്ഞാൽ നിങ്ങൾ എത്ര കേൾക്കും? കേൾക്കില്ല. ഈ കാര്യം തന്നെ നാളെ നിങ്ങൾ മറക്കും, പറയുന്ന നമ്മളെ നിങ്ങൾ കയറി വിളിക്കും, അത്രയേ ഉള്ളൂ. കാരണം എന്താണ്? നമ്മൾ എന്ത് വിരോധം? നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും വിരോധമില്ല, ഒരു പാർട്ടിയോടും വിരോധമില്ല.
ഈ സംവിധാനം ഇവിടെ വേണം, എല്ലാവരും വേണം. പക്ഷെ നമുക്ക് നിലനിൽക്കണ്ടേ? ദാരിദ്ര്യം മുതലാക്കി അന്യമതക്കാർ ഹിന്ദുക്കളെ പരിവർത്തനം ചെയ്യുന്നത് തടയുക എന്നാണ് രജനീഷ് എഴുതുന്നത്. ദാരിദ്ര്യം മുതലാക്കി മറ്റുള്ളവർ മതം പ്രചരിപ്പിക്കുമ്പോൾ ദാരിദ്ര്യമല്ലേ ഇല്ലാണ്ടാക്കേണ്ടത്, അല്ലാണ്ട് മതപരിവർത്തനമല്ല തടയേണ്ടത്. ദാരിദ്ര്യം ഇല്ലാണ്ടാക്കണം. ഹിന്ദുക്കളുടെ കയ്യിൽ കാശില്ലേ? നിങ്ങൾ അയൽവാസി ചോറിനുണ്ടോ നിങ്ങൾ അന്വേഷിക്കണ്ടേ? നമ്മൾ അന്വേഷിക്കണ്ടേ? അത് ക്രൈസ്തവർ അന്വേഷിക്കുന്നു, അവരെ തീർക്കുന്നു. അത് വേണ്ടായിരുന്നു, പട്ടിണി കിടന്ന് ചത്തോട്ടെ എന്നാണോ? അതാ പറഞ്ഞു, രാജ്യത്തെ ഭരണ സംവിധാനം പരാജയപ്പെട്ടു, ഹൈന്ദവർ പരാജയപ്പെട്ടു. ഹൈന്ദവ ധർമ്മപക്ഷത്ത് അവിടെ ആശ്രമത്തിൽ ചെന്ന ചോറിട്ടും, അല്ലെങ്കിൽ നാളെ തൊട്ട് വേദം പഠിച്ച ചോറിട്ടും. ഇങ്ങനെ ആവുകൊണ്ടാണ് അവൻ ആദിവാസിയാണെങ്കിൽ ആദിവാസിക്ക് ചോറ് കൊടുക്കാൻ പഠിക്കൂ, അവൻ നായരാണെങ്കിൽ നായർക്ക് ചോറ് കൊടുക്കാൻ പഠിക്കൂ, അവൻ ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണന് ചോറ് കൊടുക്കാൻ പഠിക്കൂ. അവരെ മാറ്റി കൺവർഷൻ ആര് ചെയ്താലും കൺവർഷനാണ്. അത് ഈ ആരണ്യത്തെ, ഈ മഹാരണ്യത്തെ, ഈ മഹാകാനനത്തെ വെട്ടി നശിപ്പിക്കുകയാണ്. ഹിന്ദു നിരന്തരം ഹിന്ദു പക്ഷം പറഞ്ഞുകൊണ്ട് ഇപ്പൊ അടുത്ത് ബിരിയാണി സ്കൂളിൽ വിളമ്പിയല്ലോ, അല്ല അങ്കലവാടിയിൽ ഒരു ഹിന്ദു നേതാവ് പറഞ്ഞത് എന്താ? നീ കഞ്ചാവ് ഒഴിച്ച കൊടുക്കില്ല. ബിരിയാണി ഒരു മോശം, കോഴിമുട്ട ഒരു മോശം സാധനമാണോ? കോഴിമുട്ട കഴിക്കുന്ന ഹിന്ദുക്കളില്ലേ? അങ്ങനത്തെ ഭക്ഷണമില്ലേ? നമ്മള് കൃത്യമായി നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ വിചാരം ചെയ്യും. എവിടെ നമ്മളുടെ സ്പേസിലേക്കല്ലേ, നമ്മൾ പോസ്റ്റിൽ നിന്ന് മാറുമ്പോഴല്ലേ അവൻ ആ ഒഴിഞ്ഞ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കുന്നേ. ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ട. പരിഹാരത്തിൽ ഒന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്, ഇത് ദൈവനാമത്തിൽ ദൈവത്തിന് വേണ്ടിയോ പുണ്യത്തിനോ വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. ഇത് അവർക്ക് അവരുടെ മത സംവിധാനത്തിലുള്ള ഒരു രാജ്യത്തെ, ലോകത്തെ വാർത്തെടുക്കാനുള്ള കൃത്യമായ ഒരു മിഷന്റെ ഭാഗമാണ്. അതാദ്യം ബോധ്യപ്പെടണം. അതാര് ചെയ്താലും അതിനു വേണ്ടിയിട്ടാണ്. മുസ്ലിങ്ങൾ ചെയ്താൽ പ്രത്യക്ഷത്തിലായിരിക്കും, ഇവർ കാപട്യം കൊണ്ട് മറയിട്ട് കൊണ്ട് ചെയ്യുന്നു. അവർക്ക് കൃത്യമായി അറിയാം സംവിധാനം വരുമ്പോ അവിടെ ഈ 2% ആൾക്കാരെന്നായിരിക്കില്ല, 19% ആളുണ്ട്. അവർക്ക് ഉറപ്പാണ്, സൈന്യം സജ്ജമാണെന്ന് അവർക്കറിയാം. കുരിശുദ്ധം നടത്തേണ്ടി വന്നാൽ കുരിശുദ്ധം നടത്തുമ്പോൾ എവിടെ വിജയം ഉണ്ടാവുന്ന അവർക്കറിയാം. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങാൻ, ഞാൻ യേശുവിന്റെ മാർഗത്തിലാണ്, ഹല്ലേലൂയ എന്നുകൊണ്ട് അവർ പുറത്തിറങ്ങും. അപ്പോഴേ നമ്മൾ ഇത്രയും കാലം ഇതായിരുന്നു. നമ്മൾ വീരാൻകുട്ടീനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. വീരാൻകുട്ടിയും എന്താ പറയാ ഇബ്രാഹിം കുട്ടിയൊക്കെയാണ് നമ്മുടെ പൊതുശത്രു എന്നല്ലേ നമ്മൾ പഠിക്കുന്നേ, ഇല്ലേ? നമ്മളതൊന്നും പറയില്ല കേട്ടോ, നമ്മൾ ജോർജ് കുട്ടിയാണെന്നും പറയില്ല. പക്ഷെ നമ്മൾ നിരന്തരം മുസ്ലിമിനെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള അടച്ചാക്ഷേപിക്കലും അടച്ചുള്ള കാഴ്ചപ്പാടുകളും മാറ്റിയേ പറ്റുള്ളൂ. ഈ ഭാരതത്തിന്റെ വൈവിധ്യങ്ങളെ, ധർമ്മത്തെ ഇഷ്ടപ്പെടുന്ന, അംഗീകരിക്കുന്ന, നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളും ആളുകളുണ്ട്. അടച്ചൊരു വിഭാഗത്തെ വെടിവെച്ചുകൊണ്ട് മറ്റൊന്നിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ് അവർ വിലപേശൽ നടത്തിയത്. അപ്പൊ ഓടിച്ചെല്ലാണ്ട് എന്താണ്, ഞങ്ങളാണ് ജാമ്യത്തിൽ ഇറക്കിയത്, ഞങ്ങളാണ് പരിശ്രമിച്ചത്. എന്നിട്ടോ എവിടെയെങ്കിലും കിട്ടിയോ അവർക്ക് പേര്? ചട്ടമ്പി സ്വാമികളുടെ ക്രിസ്തുമതച്ഛേദനം വായിക്കേണ്ടത് തന്നെയാണ്, ഒരു സംശയവുമില്ല. ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ സിഖുകാരനെതിരെയും ബൗദ്ധനെതിരെയും ഒക്കെ ആണെങ്കിൽ നിരീശ്വരവാദിക്കെതിരെയാണോ ചട്ടമ്പി സ്വാമികൾ ബുക്ക് എഴുതിയത്? അല്ല, ചട്ടമ്പി സ്വാമികളുടെ രചന ക്രൈസ്തവ മതത്തിനെതിരെയാണ്. ക്രിസ്തുമതച്ഛേദനം എന്നാണ് പേര്. എന്താ, ഇവരും ആളുകളെ മതം മാറ്റുകയാണെന്ന്. അപ്പൊ ഈ രാജ്യത്ത് ഇവർ നിരന്തരം ഇവര് മാത്രം അറസ്റ്റ് ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ ഇവര് മാത്രം പീഡിപ്പിക്കപ്പെടുന്നതും പ്രധാന കാരണം ഇവർ കൃത്യമായി ദാരിദ്ര്യത്തെ, അറിവില്ലായ്മയെ മുതലെടുത്തുകൊണ്ട് മതത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം, രാഷ്ട്രത്തിന്റെ സംസ്കൃതി നശിപ്പിക്കാന്ന് പറഞ്ഞ എന്താ? ഇപ്പൊ രാഷ്ട്രവിരുദ്ധ NIA ഭാഗമാക്കേണ്ട ഒരു കേസും ഇല്ല എന്ന് പറയുമ്പോ രാഷ്ട്രത്തിന്റെ വൈവിധ്യങ്ങളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ഈ രാഷ്ട്രത്തിന്റെ പൈതൃകത്തെ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം അല്ലാണ്ട് പിന്നെ എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉള്ളിലുള്ളവർ ആ പ്രത്യയശാസ്ത്രത്തിനെതിരെയായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പുറത്തു നല്ല വന്ന് കുത്തിരിപ്പുണ്ടാക്കിയാൽ അതിന് ആ രാഷ്ട്രീയ പാർട്ടിക്കാർ എന്താ പറയാ? കുലം കുത്തികൾ എന്നൊക്കെ പേരിട്ട് വിളിക്കുകയെ, കുലം കുത്തികൾ എന്നൊക്കെ പറയാ. അത് തന്നെയാണ് രാഷ്ട്രമാകുമ്പോൾ രാഷ്ട്രത്തിലെ വിധ്വംസക പ്രവർത്തനമാണ്. അതിനെതിരെ ആ രീതിയിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ 9 ദിവസം ജയിലിൽ കടന്നു, ഇനി അവർ ക്രിമിനലായി മാറ്റിയിരിക്കുന്നു, അവരിനി ക്രിമിനലുകളെ പോലെ പോയി ഒപ്പിടണ്ടേ എന്നൊക്കെയാണ് മാധ്യമത്തിലെടുത്ത് ചോദിക്കുന്നത്. വേണം. ഛത്തീസ്ഗഡിൽ മതനിരോധനം അല്ലെങ്കിൽ നിർബന്ധ മതനിരോധന നിയമം കൊണ്ടുവന്നത് ഇപ്പോഴത്തെ സർക്കാരല്ല. പറഞ്ഞു കഴിഞ്ഞാൽ 68 കാലഘട്ടത്തിൽ അവിടുത്തെ കോൺഗ്രസ് സർക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ കോൺഗ്രസിന്റെ MLA-മാർ MP-മാരൊന്നും ആരും മിണ്ടിയില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. ഇവിടെ മാത്രമല്ലേ പ്രശ്നം. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവർ ഇവിടെ തൃശ്ശൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ കണ്ടിട്ടുമില്ല, അതിന് പ്രശ്നമില്ല. അതിനെക്കുറിച്ച് മിണ്ടാൻ ഇവിടത്തെ ഈ BJP-ക്കാർക്കൊന്നും ആവില്ല.
എന്താ നമുക്കറിയില്ല, ഇവരെന്താ മിണ്ടാത്തേ നമുക്കറിയില്ല. നമുക്ക് അവര് കൊണ്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ഹിന്ദു പക്ഷത്ത് നിന്നിട്ടാ സംസാരിക്കുന്നത്. ഇവിടെ ആരും എഴുതി വെച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾ പെൺകുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ഇവരൊരു ഗ്രാമത്തെ മൊത്തം കറക്റ്റാണത്. ഇവർ കറക്റ്റാണ്. മുസ്ലിങ്ങൾ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോകുമ്പോ ഒരു പെണ്ണിനെ കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവരൊരു ഗ്രാമത്തെ, ഒരു ഊരിനെ ഒക്കെ മൊത്തത്തിൽ, കുടുംബത്തെ മൊത്തത്തിൽ അടിച്ചു മാറ്റുക. ഇതിന്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഹിന്ദുക്കൾ പുനർവിചിന്തനം നടത്തുക. ഒന്ന് നമ്മൾ വീണ്ടും പറയുന്നു, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പ്രതീക്ഷിച്ചിരിക്കരുത്. അങ്ങനെയുള്ള സ്വഭാവം മാറ്റാത്തത്തോളം കാലം ഇത് അനുഭവിക്കണം. കാരണം സന്യാസിമാരും മൗനത്തിലായി, നേതാക്കന്മാരും മൗനത്തിലായി. ഹിന്ദു സംഘടന നേതാക്കന്മാരും എന്താണ്, ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ കീഴിൽ വരുന്ന കുറെ ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ ഒരു ഹൈന്ദവ പ്രസ്ഥാനത്തിന്റെ, അല്ലെങ്കിൽ ഒരുപാട് ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി വരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഇവർക്കൊരു തെറ്റ് പറ്റിയാൽ അവർ മൗനം ഭജിക്കും, അവർക്കൊരു തെറ്റ് പറ്റിയാൽ ഇവരും മൗനം ഭജിക്കും. പിന്നെ ആര് നമ്മളെ രക്ഷിക്കും? അവിടെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ശിങ്കിടികളാകുന്ന, രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ഒരു ഹൈന്ദവ പ്രസ്ഥാനമല്ല ഈ രാജ്യത്ത് ആവശ്യം. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് സംസ്കൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടായി. ഞാൻ പേരൊന്നും 1925 പ്രസ്ഥാനം ഉണ്ടായി. ആ പ്രസ്ഥാനം രാഷ്ട്രീയത്തെ മുൻനിർത്തിയില്ല. എന്നാൽ കാലക്രമേണ അതിന്റെ ചുവട് പിടിച്ചു വന്ന രാഷ്ട്രീയ പാർട്ടി എന്തായി? ഇതുപോലെയായി. സത്യത്തിൽ അന്ന് എന്തുദ്ദേശത്തിലാണ് രാഷ്ട്രത്തിന്റെ വൈവിധ്യങ്ങൾ ഉദ്ദേശിച്ച സംഘടന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതേ ഉദ്ദേശത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് വേണ്ടത്. നമുക്ക് എന്തൊരു ഉദ്ദേശവുമില്ല സംഘടന ഉണ്ടാക്കാൻ. ആ സംവിധാനമാണ് വേണ്ടത്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ശരി. അല്ല, പിണറായി വിജയൻ പൊതുശത്രു, വി.ഡി. സതീശൻ പൊതുശത്രു. ഈ ഒരു സംവിധാനം പാടില്ല. ഇവരൊന്നും നമ്മുടെ ശത്രുക്കളല്ല. അവർ നോക്കുന്ന എന്താണ്? അവർക്ക് വിജയിക്കാനുള്ള വോട്ട് എവിടെയാണെന്ന് നോക്കുന്നുള്ളൂ. അവർക്ക് അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടേക്ക് ജോൺ ബ്രിട്ടാസ് ആയാലും ശരി, വി.ഡി. സതീശൻ ആയാലും ശരി, രമേശ് ചെന്നിത്തല ആയാലും ശരി, എല്ലാവരും ഓടിച്ചെല്ലും. അപ്പൊ അവർ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും, അവര് കാര്യങ്ങൾ പറയും, അവർക്ക് പരിതപിക്കും, സങ്കടപ്പെടും, ഒക്കെ ചെയ്യും. അവർക്ക് വോട്ട് മാത്രമേ വേണ്ടുള്ളൂ. അവരെ വോട്ടിന്റെ കൂട്ടായ്മ 10 ആളുകളുള്ള ഒരു വീട്ടിലേക്ക് നോക്കുന്ന പോലെ അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു വീട്ടിലേക്ക് നോക്കില്ല, ഒറ്റ ആളുടെ വീട്ടിലേക്ക് നോക്കില്ല. ഇത് തന്നെയാ ഈ സംവിധാനത്തെ കുറിച്ച്. എന്റെ പൊന്നു മക്കളെ, നിങ്ങളും തിരിച്ചറിയൂ. ജനാധിപത്യ രാജ്യത്ത് എത്ര വിലയുണ്ട് നിങ്ങളുടെ ഈ പറയുന്ന വോട്ടവകാശത്തിന് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് സംഘടിതമായ വോട്ടിന്, സിംഗിൾ ആയിട്ടുള്ള വോട്ടല്ല, സംഘടിതമായ വോട്ട് വ്യവസ്ഥ. അത് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിക്ക് തീരെഴുതി കൊടുക്കരുത്. നിങ്ങളത് ഉറപ്പിക്കൂ, ഇനിയെങ്കിലും ഉറപ്പിക്കൂ നിങ്ങൾ. പിന്നെ നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹിന്ദുവിന് വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? രാജ്യത്തുള്ള എല്ലാവരും ഹിന്ദു ആണ് എന്ന് പറയുന്ന സംവിധാനം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് നമ്മൾ വിചാരം ചെയ്യാം. എല്ലാവരും ഹിന്ദുസ്ഥാനികളായിക്കോട്ടെ. എന്നാൽ മതപരമായി ഹിന്ദു എന്ന് പറഞ്ഞാൽ ഹിന്ദു സംസ്കൃതി, രാഷ്ട്രത്തിന് തനത് സംസ്കൃതികളെ പിൻപറ്റുന്നവർ മാത്രമാണ്. റിലീജിയസ് ഡിനോമിനേഷൻസ് എന്ന് ഭരണഘടന പറയുന്നത് അവരെയാണ്. ഭരണഘടന തന്നെ പറയുന്നത്. ക്രൈസ്തവരും മുസ്ലിങ്ങളും വേറെ തന്നെയാണ്. ബൗദ്ധരും സിഖുകാരും ഒക്കെ ഇതിന്റെ ഭാഗമുള്ള, മറ്റുള്ളവരൊക്കെ വേറെ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളവരെ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് അവരും വളർന്നോട്ടെ എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും വൈവിധ്യങ്ങൾ അംഗീകരിക്കുമോ? സജാതീയനും വിജാതീയനുമായിട്ടുള്ളവരെ കുറിച്ചിട്ട് ബൈബിള് പറയുന്നുണ്ട്. ജാതി വ്യവസ്ഥയൊന്നും ബൈബിളിലില്ല, യേശുവിന്റെ കാര്യത്തിലില്ല എന്നുള്ള തെറ്റാണ്. ബൈബിൾ കൃത്യമായിട്ട് വായിക്കൂ. സജാതീയനും വിജാതീയനും കാണിക്കുന്ന സ്വന്തം ആൾക്കാർക്ക് മറ്റവനെയും ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയും നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഇനിയെങ്കിലും സ്വയം തിരുത്തു. രാജ്യത്ത് ഇപ്പൊ നമ്മള് അട്ടപ്പാടിയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുന്നതാണ്, നമുക്കറിയാം. ഒരു ആദിവാസി 8 ലക്ഷം 10 ലക്ഷം കടലുള്ള ആദിവാസികൾ, നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാ ചോദിക്കും. അവരൊക്കെ അവർക്കും ജീവിതമില്ലേ, അവർക്കും വിഷയങ്ങളില്ലേ, അവർക്കും സാഹചര്യങ്ങൾ വേണ്ടേ? ഒരു ഹിന്ദു സഹായിക്കാൻ ചെല്ലുന്നില്ല. നമ്മളിപ്പോഴും മറ്റവന്റെ കുറ്റം നോക്കിയിരിക്കുക. നമ്മൾ കാണിച്ചു തരാം. അട്ടപ്പാടിയിൽ എത്രയോ പാവങ്ങൾ കടം കൊണ്ട് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണിച്ചു തരാം. അവരെ സഹായിക്കുന്നവരുടെ കൂടെ അവര് പോകുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളോട് സഹായിക്കാൻ പറഞ്ഞാൽ നമ്മളെ നിങ്ങൾ സഹായിക്കുന്നുണ്ടോ? നമുക്കാകുന്നല്ലേ ചെയ്യാൻ പറ്റൂ. അതിന്റെ അപ്പുറം ഹിന്ദു സഹായിക്കാൻ എത്ര ഹിന്ദുക്കൾ പറഞ്ഞു. 79.8% ഹിന്ദുക്കൾ ഒറ്റ രൂപ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ മറ്റ് ഹിന്ദുക്കളെ സഹായിക്കാൻ പറ്റില്ല. എന്താ? നിങ്ങൾ നായരായിട്ടും പിള്ളയായിട്ടും മേനോനായിട്ടും ചർമ്മനായിട്ടും പൊലയനായിട്ടും ആദിവാസിയായിട്ടും ആശാരി മൂശാരി കൊല്ലം കരുവാന്നട്ടൻ അരയനായിട്ടും ഈഴവനായിട്ടും ഒക്കെ നിന്നോ. അങ്ങനെ നിന്നോ. അവിടെ തന്നെ നിങ്ങൾ ഈഴവനെ സഹായിക്കോ? നായരെ സഹായിക്കുന്നുണ്ടോ? കാണിച്ചു തരാം. നമ്മൾ നായന്മാരിൽ ബുദ്ധിമുട്ടുള്ള ആളുകളെ, പുലയരിൽ ബുദ്ധിമുട്ടുള്ള ആളുകളെ, അരയരിൽ ബുദ്ധിമുട്ടുള്ള
ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നമ്മൾ കാണിച്ചു തരാം. നിങ്ങൾ നിങ്ങളെ തന്നെ സഹായിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോഴാണ് മറ്റവൻ കയറി മേയുന്നേ. അവിടെ മറ്റുള്ള മതത്തിനെ കണ്ടുപഠിക്കൂ. അവനെന്താ വെച്ചാൽ ക്രിസ്ത്യാനി മുസ്ലിമിനെ അല്ലെങ്കിൽ ഹിന്ദുവിനെ സഹായിക്കാൻ വരുന്നു. ഇവിടെ ഈഴവൻ ഈ പറഞ്ഞ പൊലേനെ സഹായിക്കാനോ ബ്രാഹ്മണനെ സഹായിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. അപ്പോ ഈ തിരിച്ചറിവ് നാളെ ഇനിയിപ്പോ ക്രിസ്മസ് അടുക്കുന്ന നേരത്ത് കേക്ക് കൊണ്ട് പോകുന്ന പോലെ നമുക്ക് ഓണത്തിന് ആരെങ്കിലും ഓണപ്പുടവയുമായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കി നോക്കൂ. വരില്ല. കേക്ക് കൊണ്ടുപോകുന്നവൻ നമുക്ക് പൂക്കളുമായി വരില്ല. എന്താ വരാത്ത? രാഷ്ട്രീയ പാർട്ടി അല്ലേ? അവർ നമ്മുടെ അമ്മാവന്മാരൊന്നും അല്ലല്ലോ. എന്താ നമ്മളെ അടുത്തേക്ക് വരാത്തെ? നമ്മുടെ വീട്ടിലേക്ക് വരാത്തെ? അവർക്ക് ഉറപ്പാണ് ഈ മണ്ടന്മാർ എങ്ങനെ പോയാലും ഞങ്ങളുടെ ഒപ്പാണ് എന്നുള്ളത്. അതല്ല എന്ന് പറയണം ഈ വിഷയത്തിൽ. അതല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു BJP ഇല്ല, ഒരു കമ്മ്യൂണിസ്റ്റിൽ കോൺഗ്രസും ഇല്ല. ഹിന്ദു പക്ഷമാര് ഹിന്ദുക്കൾക്കാര് സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് വോട്ട് കൊടുക്കും. അവരുടെ പക്ഷം നമ്മൾ അങ്ങനെയാണ്. നമ്മൾ വോട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കാര് നമ്മുടെ അവിടെ പിണറായി വിജയൻ മത്സരിച്ചാലും ശരി, വി.ഡി. സതീശൻ മത്സരിച്ചാലും ശരി, അല്ല ഇനിയിപ്പോ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാലും ശരി, നമ്മളോട് നമ്മുടെ ധർമ്മത്തിനോട് ആര് സഹകരിക്കുന്നു അവർക്കാണ് വോട്ട്. കുലധർമ്മം പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഈ ധർമ്മത്തെ അംഗീകരിക്കാത്തവരെ അടുപ്പിക്കരുതെന്നാണ് പറഞ്ഞത്. അവരെ മാറ്റിക്കൊള്ളണമെന്നാണ്, വർഷിക്കണമെന്നാണ്. അപ്പൊ സ്വധർമ്മത്തെ ഹൈന്ദവ ധർമ്മത്തെ ആരാണോ പിന്തുണയ്ക്കുന്നത് അവർക്കാ വോട്ട്. മോദി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡിക്ക് അവിടെ പോയി വോട്ട് കൊടുക്കാൻ പറ്റില്ല, കൊടുത്തോളൂ. ഇവിടെ ഉള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഇവിടെ ഉള്ളവർ നട്ടല് പണയം വെച്ചില്ലേ? അതല്ലേ കണ്ടത്? മിണ്ടാട്ടമുണ്ട് അവർക്ക്. എന്നിട്ട് ഇവര് അടുത്ത ഇലക്ഷനിൽ വിജയിക്കാൻ പോകുന്നുണ്ടോ? പറയുന്നവന് കഞ്ഞി കിട്ടില്ല. നമുക്ക് നല്ല ബോധ്യമുണ്ട്. നമുക്ക് ആ കഞ്ഞി വേണ്ടതാണ്. നമ്മൾ ആരുടെയും കഞ്ഞിയിലല്ല ഇരിക്കുന്നത്. ക്രൈസ്തവരാവട്ടെ മുസ്ലിങ്ങളാവട്ടെ അതിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ ഒത്തിരി കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ നമ്മളെ അടുത്തേക്ക് വരാറുണ്ട്, സംസാരിക്കാറുണ്ട്. നമ്മളെ അടുത്ത് വിദ്യ അഭ്യസിക്കാൻ വരുന്ന ഒരു ക്രൈസ്തവർ മുസ്ലിമുണ്ട്. നമ്മൾ ഒരാളെയും മതം മാറ്റിയിട്ടില്ല. നമ്മൾ പറഞ്ഞ നിങ്ങൾ ജനിച്ച പാരമ്പര്യത്തെ വിസ്മരിച്ചുകൊണ്ട് ഒന്നിലേക്കും പോകരുതേ. നിങ്ങൾ അതിൽ തന്നെ തുടർന്നോളൂ. ഇതിനെ മനസ്സിലായിക്കോളൂ. ഇത് ശരിയെന്ന് തോന്നിയത് ചെയ്തോളൂ. എന്നാലും സ്വന്തം അച്ഛനമ്മയുടെ പാരമ്പര്യത്തെ അത് നിങ്ങളുടെ കുലമാണ്, തള്ളിക്കളയരുതെന്ന് പഠിപ്പിക്കാം. അതുകൊണ്ട് സത്യസന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റും നമ്മൾ മതപരിവർത്തനം നടത്തുന്നില്ല. മതപരിവർത്തനത്തെ ശക്തമായി നിലകൊള്ളുകയും ചെയ്യും. നമ്മളെ അറിയുന്ന മറ്റു മതസ്ഥരായിട്ടുള്ള ശിഷ്യർ നമുക്കുള്ളിടത്തോളം കാലം ആര് നമ്മളെ മതതീവ്രവാദിയും വർഗീയവാദിയായി പറഞ്ഞാലും നമുക്ക് നല്ല ബോധ്യമുണ്ട്. സത്യസന്ധമായി നമ്മളെ അറിയുന്ന മറ്റ് മതത്തിലുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളൊരു മതവിരോധിയല്ല എന്ന് അവർക്കറിയാം. അത് മതി. കാരണം ഇതൊക്കെ പറയുമ്പോൾ നമ്മളൊരു വർഗീയവാദിയാകും. നിങ്ങൾ കുലധർമ്മം പറയുന്ന ആളിൽ ഇത് പറയാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങനെയല്ലേ സവർണർ അങ്ങനെ കാണിച്ചില്ല, ഇങ്ങനെ കാണിച്ചില്ലേ? സവർണരൊന്നും നമ്മളെ ഒന്നും കാണിച്ചിട്ടില്ല. വർണ്ണയിസം ആരെങ്കിലും പൊൻപറ്റുന്നുവെങ്കിൽ അവർക്ക് മാനവികത എന്തെന്ന് അറിയില്ല. അവരുടെ അജ്ഞാനത്തിന്റെ പുറകെ പോകാൻ നമുക്ക് താല്പര്യമില്ല. അജ്ഞാനികൾ അജ്ഞാനത്തിന്റെ വഴിക്ക് പോകുക. സവർണനാണെങ്കിലും അവർണനായാലും ശരി. അല്ല എന്നുണ്ടെങ്കിൽ സ്വയം തിരുത്തും. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശ്രമിക്കും. അവിടെ മതത്തിനപ്പുറം മനുഷ്യത്വത്തിന് പ്രാധാന്യം കൊടുക്കും. ഒരുത്തിന് ഉണ്ണാൻ ഭക്ഷണം കൊടുക്കാൻ അവന്റെ മതം ചോദിക്കില്ല, ജാതി ചോദിക്കില്ല, അവന്റെ ഭാഷ ചോദിക്കില്ല. ഭക്ഷണം കൊടുക്കും, വസ്ത്രം കൊടുക്കും, ജോലി കൊടുക്കും. അപ്പൊ ഇനിയെങ്കിലും നമ്മൾ സ്വയം തിരുത്തുക. നമ്മൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ആളുകൾ പറയാൻ പറഞ്ഞതാണ്. ഒന്ന് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഹിന്ദു ധർമ്മം മതമല്ല. ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടേതാണ്. നമ്മൾ ചുറ്റുപാട് നോക്കിയപ്പോൾ പണ്ട് പുകയിൽ അപ്പച്ചൻ പാടിയതുപോലെ എല്ലായിടത്തും നോക്കി ഞാൻ എന്റെ ജനതയെ കണ്ടില്ല, എന്റെ ജനത ചരിത്രം കണ്ടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചുറ്റും നോക്കി ഒത്തിരി ഹൈന്ദവ സംഘടനകളെ കാണാനുണ്ട്. പക്ഷേ ഹിന്ദു സംഘടനകൾ എവിടെയും ഇല്ല. എന്താ ഹിന്ദു സംഘടന? വൈവിധ്യങ്ങളെ അംഗീകരിച്ച് അതിനെ ഒരുപോലെ കാണുന്ന, ഒരുപോലെ പരിപാലിക്കുന്ന, ഒരുപോലെ സംരക്ഷിക്കുന്ന, ഒരുപോലെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടന പോലും ഈ രാജ്യത്തില്ല എന്ന് നാം തിരിച്ചറിയുന്നു. ഒരു സംഘടന പോലും ഇല്ല. പേരിലുണ്ടായിരിക്കും, വനവാസി മറ്റൊക്കെ ഉണ്ടായിരിക്കും എന്നല്ലാതെ ധാർമ്മികമായ ഒരു സംഘടന പോലും ഈ രാജ്യത്തില്ല എന്ന വസ്തുത നമ്മൾ വിശ്വ ഹിന്ദു ആയാലും ശരി, പിന്നെ അല്ല ഒതുക്കിയ ഹിന്ദു ആയാലും ശരി, നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു സംഘടന പോലും രാജ്യത്തില്ല, ഒരു സംവിധാനം രാജ്യത്തില്ല. ഉണ്ടെങ്കിൽ അത് വൈദിക പാരമ്പര്യത്തെ മാത്രം ഹിന്ദുവായി പ്രകീർത്തിക്കുന്ന, നിലനിർത്തുന്നതിന് വേണ്ടി മാത്രം പരിശ്രമിക്കുന്ന ഹൈന്ദവ സംഘടനകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ജീവിത ശൈലി മാത്രമാണ് ഹിന്ദു എന്ന് പറയുന്ന സംഘടനകളെ ഉള്ളൂ, സംവിധാനങ്ങളെ ഉള്ളൂ. ആ രീതി ആര് സപ്പോർട്ട് ചെയ്യുന്നോ, അവൻ ബൊലേനായിക്കോട്ടെ, ആദിവാസി ആയിക്കോട്ടെ, അവനെ മന്ത്രിയാക്കുന്ന, അവനെ പ്രസിഡന്റ് ആക്കുന്ന, അവനെ ഗവർണറാക്കുന്ന, അവനെ വാർഡ് മെമ്പർ ആക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളുമേ ഉള്ളൂ ഹിന്ദു പക്ഷത്തെ എന്ന തിരിച്ചറിവ് നമുക്കുണ്ട്.
അതുകൊണ്ട് തന്നെ എത്ര എന്ത് പറഞ്ഞാലും ശരി, ഇത് മനസ്സിലാക്കാത്ത ആളുകൾ ജാതി കൊണ്ട് വെറി കൊണ്ട് നടക്കുമ്പോൾ അവരത് മനസ്സിലാക്കാത്തോളം കാലം ഈ രീതിയിൽ സംഘടിത സമൂഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുകയും അതല്ലാത്തവർ ഇങ്ങനെ തന്നെ ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അവരുടെ വീട്ടിലേക്ക് ഈ വിധം കടന്നു വന്ന് അവരുടെ സംസ്കൃതി നശിക്കുമ്പോൾ മാത്രമേ അവർ തിരിച്ചറിയുള്ളൂ എന്താണ്, ഇത് ഞങ്ങളുടെയും കാര്യമായിരുന്നു പറഞ്ഞിരുന്നതേ എന്ന്. അന്നും ഈ രാഷ്ട്രീയക്കാർ നിങ്ങളുടെ ഒപ്പമായിരിക്കില്ല. 9 ദിവസം കടന്നവരെ സങ്കടത്തിൽ അവിടെ പോയി അവരുടെ ക്ഷമാപണം നടത്തി തെറ്റുപറ്റി എന്ന് പറഞ്ഞ് നീണ്ടു നിവർന്ന് കടന്ന് ക്ഷമിക്കണം എന്റെ മാമ എന്ന് പറഞ്ഞ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഒരു സംവിധാനം, ഒരു വോട്ട് ബാങ്ക് സംവിധാനത്തിലേക്ക് ഹിന്ദു മാറുക, രാഷ്ട്രീയ കക്ഷികളെ ഭേദമില്ലാതെ ഹിന്ദുക്കൾക്ക് നന്മ ചെയ്യുന്നവർക്ക് ഹിന്ദുക്കൾ വോട്ട് ചെയ്യാം. മാനവികതയാണ് ഹിന്ദുത്വം, നാനാത്വത്തിൽ ഏകത്വമാണ് ഹിന്ദുത്വം. അതുകൊണ്ട് തന്നെ ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്തോ ഒതുക്കി ചേർക്കില്ല. ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയോട് സ്നേഹം കാണിക്കാനും മുസ്ലിങ്ങളോട് സ്നേഹം കാണിക്കാനും അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്താനും അവർ നമ്മുടെ ഭാഗമാണെന്ന് പറയാനും ഒരു നിയമം കൊണ്ടല്ല, ഒരു ഗ്രന്ഥത്തിന്റെ പിൻബലത്തിലല്ല. ഉള്ളിൽ നിന്ന് വന്നത്, ഹിന്ദുവിന് വന്നത് ഹിന്ദു സംസ്കൃതിയുടെ ഭാഗമാണ്. ആ സംസ്കൃതി ഉള്ളിടത്തോളം കാലം മാനവികത എന്ന വാക്കിന്റെ ഒരു പര്യായം എന്തെന്ന് ചോദിച്ചാൽ അത് ഹിന്ദു എന്ന് തന്നെയാണ്. അത് ഈ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഹിന്ദു എന്ന് പറയപ്പെടുന്ന ഹിന്ദു, അതിന് മുന്നത്തെ ഹിന്ദുവിന്റെ കാര്യം പല വീഴ്ചകളും ഉണ്ടായിരിക്കാം. അതും ഇടക്കാലത്ത്, അതിനു മുമ്പ് അങ്ങനെയല്ല. എല്ലാവർക്കും ഇവിടെ വന്ന് വ്യാപാരം നടത്താമായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വിഷയത്തിൽ സന്യാസ സമൂഹം കൂട്ടായി പ്രതികരിക്കില്ല. ആരാ കേരളത്തിലെ സന്യാസ സമൂഹം? കേരളത്തിലെ സന്യാസ സമൂഹം ഇവിടെ ഇപ്പോൾ നട്ടലൊടിഞ്ഞ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സംഘടനയുടെ ഭാഗമാണ് കേരളത്തിലെ സന്യാസ സമൂഹം. അവരെങ്ങനെ പ്രതികരിക്കും? അവരപ്പുറത്ത് മുസ്ലിങ്ങളാണെങ്കിൽ പ്രതികരിച്ചിരുന്നു. ഇവിടെ ക്രിസ്ത്യാനികളല്ലേ? ക്രിസ്ത്യാനികൾ അവർക്ക് പുണ്യാളന്മാരല്ലേ? എല്ലാ ക്രിസ്തവരെയുമല്ല. ഈ മതപരിവർത്തന ലോബികളെ ഇങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ. കാരണം അവർ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വൈവിധ്യങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ മഹാരണ്യകത്തെ വെട്ടി തകർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മളിത് പറയുമ്പോൾ നമുക്ക് സപ്പോർട്ടൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ സ്വയം തിരിച്ചറിയുക, അല്ലെങ്കിൽ നിങ്ങൾക്കും തലമുറ ഉണ്ടാവാൻ പോവുകയാണ്. ഇവരുടെയൊക്കെ രാജ്യം വന്നു കഴിഞ്ഞാൽ ഇവര് ഇപ്പൊ തന്നെ നമ്മളെ ശിവനും വിഷ്ണു ശങ്കരനാരായണ ഇവരെന്താ പറയാ, സാത്താൻ ഇല്ലേ? സാത്താനാണ്. ഇവിടെ വൈദികന്മാരെ ആശയം വരുന്ന ആൾക്കാർ ഇവിടുത്തെ ആദിവാസിയുടെയും ദലിതന്റെയും പിന്നൊക്കെ കാണി ദൈവത്തെ എന്താ പറയാ, അത് അധമ ദൈവങ്ങളാണ്, അധമമൂർത്തികളാണ്, അത് പൈശാചിക മൂർത്തികളാണ്. അതൊക്കെ ഇവിടെ ഉള്ളവന്മാരും പറയുന്നേ. ഇതൊക്കെ നമ്മൾ ഒരുപാട് ഡയറക്റ്റ് കേട്ടിട്ടുള്ള കാര്യം. ഇവിടെ ഉള്ളവന്മാർ അങ്ങനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അധമമൂർത്തികളാണ് ഇവിടെ ഉള്ള. തന്നെയല്ലേ അപ്പുറത്തുള്ളവനും പറയുന്നേ. അതുകൊണ്ടാ സ്വയം തിരുത്തൂ, നിങ്ങൾ സ്വയം തിരുത്തൂ. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശ്രമിക്കൂ. മതത്തിന്റെ വിഷയം നമ്മൾ സംസാരിക്കാൻ കാരണം വൈവിധ്യങ്ങൾ നശിക്കുമെന്നുള്ളത് കൊണ്ടാണ്. രാഷ്ട്രത്തിന്റെ ഈ സംവിധാനങ്ങളൊക്കെ തകർക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ്. മതം മാത്രമായി മാറുമെന്നുള്ളത് കൊണ്ടാണ്. ആ മതത്തിന് വേണ്ടി ലോകത്ത് ഒത്തിരി കുരിശുദ്ധങ്ങൾ നടത്തിയിട്ടുള്ള വിഭാഗമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒത്തിരി അതുപോലെ തന്നെ ഗൗഡസഹസ്ര ബ്രാഹ്മണരെയൊക്കെ എത്ര ഇവർ കൊന്നിരിക്കുന്നേ, ഗോവയൊക്കെ ബേസ് ചെയ്തിട്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കച്ചവടക്ക വിഭാഗക്കാര് ഇന്ന് വായ മൂടിക്കെട്ടിയത് നോക്കണ്ട. അവരെന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന നിങ്ങൾ അതിനെ കാര്യാക്കണ്ട, തുടരാനാണ് ഭാവമെങ്കിൽ അവർ പറയുന്നതുകൊണ്ടാ. അവർക്ക് അവരുടെ രീതി വേറെയാണ്. അല്ലാണ്ട് നിങ്ങൾ ഇടുന്നാലും മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ല. മുസ്ലിങ്ങളുടെ ചരിത്രം പരിശോധിച്ച് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇവരുടെ ചരിത്രം എന്താന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരെയും എല്ലാ മതങ്ങളും വീണ്ടും ആദ്യം ആരംഭിച്ചെടുത്തിട്ട് എല്ലാ മതങ്ങളിലും നന്മയിരിക്കുന്നുണ്ട്. ആ നന്മ ആഗ്രഹിച്ചുകൊണ്ട്, ആ നന്മയുടെ ഭാഗമായിക്കൊണ്ട് ആർക്കെങ്കിലും ആ മതങ്ങളിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിലും ആരും ആരുടെയും വീട്ടിൽ പോയിട്ട് ഇരിക്കാനോ വഴിയിൽ കൂടെ പോകുമ്പോ വെറുതെ ശല്യം ചെയ്യാനോ നിൽക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയിട്ട് സുന്നത്ത് നടത്തിയിട്ട് മതം സ്വീകരിക്കുകയും കൊന്തയിട്ടിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വെഞ്ചരിച്ചുകൊണ്ടോ എങ്ങനെയാച്ചാ അവിടെ ജ്ഞാനസ്നാനം ചെയ്തിട്ടോ എങ്ങനെയും മതങ്ങൾ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വകുപ്പിലൂടെ മതം സ്വീകരിക്കാൻ, ദീക്ഷയിലൂടെ മറ്റു മതം സ്വീകരിക്കാൻ ആരും എതിരല്ല. അത് വേണം. ആ സ്വാതന്ത്ര്യം ഈ രാജ്യം തരുന്നുണ്ട്, ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയിലുണ്ട്. അതാണ് വേണ്ടത്. അല്ലാണ്ട് നിനക്ക് അത് തരാം ഇത് തരാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഭാരതത്തെ മുതലെടുത്തുകൊണ്ട് മതം മാറ്റുന്നു എങ്കിൽ അത് നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഭാഗമാണ്. അത് ഈ രാജ്യത്ത് മൊത്തത്തിൽ നിരോധിക്കപ്പെടണം. അത് ഗർവാപ്പസി ആയാലും അല്ല വേറെ ലവ് ജിഹാദ് ആയാലും ഇനിയിപ്പോ ഈ സുവിശേഷത്തിന്റെ പുണ്യാള മതമാറ്റമായാലും ശരി, അതെല്ലാം നിരോധിക്കപ്പെടണം. ഒരുത്തൻ താല്പര്യമുണ്ടെങ്കിൽ
മറ്റൊരു മതത്തിലേക്ക് വരട്ടെ, അത് ജ്ഞാനത്തോടു കൂടി വരട്ടെ, ജ്ഞാനത്തെ ആർജിക്കാൻ വരട്ടെ, മറ്റൊരു തെറ്റ് മനസ്സിലാക്കി കൊണ്ടുവരട്ടെ, അയാളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ട് ആരി ഉണ്ടാക്കണ്ട എന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം. ആരി ഉണ്ടാക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഇനിയും പറഞ്ഞ് നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ തുടക്കത്തിലേ നമ്മൾ ഇങ്ങനെയല്ല, നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് വാർത്തകളൊക്കെ നിങ്ങളെ കാണിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ലൈവ് ആരംഭിച്ചത്. പക്ഷെ അവിടെ നമുക്ക് നെറ്റിന്റെ ഒരു പ്രോബ്ലം വന്നു, റേഞ്ച് കുറച്ച് കുറവായിട്ട് കാണിക്കുന്നത്, എന്തോ ഒരു ഹാങ് ആയ പോലെ ആയി. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയല്ല, നല്ല രീതിയിൽ ഈ പറഞ്ഞ് പ്രസന്റ് ചെയ്ത ഓരോ കാര്യങ്ങളുടെയും തെളിവ് നിങ്ങളുടെ മുന്നിൽ വെച്ച്, വെറുതെ പറയുന്ന തെളിവുകൾ വെച്ച് നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. പക്ഷെ എന്താണ്, ഇത്ര മതി എന്ന് പരാശക്തി പറയാൻ, ഇത്ര പറഞ്ഞാൽ തന്നെ അവർ കേൾക്കില്ല, പിന്നെ അത്ര പറഞ്ഞാൽ അവർ കേൾക്കുമോ, എന്തിനു സമയം വേസ്റ്റ് ആക്കണം. പക്ഷെ ധർമ്മയേവ ഹതോഹന്തി ധർമ്മോ രക്ഷിത എന്ന പ്രമാണത്തെടുത്തുകൊണ്ട് ധർമ്മത്തെ രക്ഷിക്കുന്നു, ധർമ്മത്തെ അവർ രക്ഷിക്കുന്നുള്ള പോലെ നമ്മൾ ഈ പറയുന്നത് ധർമ്മമാകുന്നതുകൊണ്ട് ആര് പിന്തുണച്ചില്ലെങ്കിലും ആ ധർമ്മം എന്നും കൂട്ടുണ്ടാകും. ആ ധർമ്മം എന്നും ധർമ്മമായി നിലനിൽക്കും. ആ ധർമ്മം നമുക്ക് രക്ഷയ്ക്കെത്തും. ആ ധർമ്മത്തെ ആരാണോ ഒറ്റുകൊടുത്തേ, അവരാരായാലും ശരി, അവരെ ആ ധർമ്മം നശിപ്പിക്കും എന്ന് നല്ല ബോധ്യമുണ്ട്. അപ്പൊ ഇനി കൂടുതൽ വിചാരം ചെയ്യാം. നിങ്ങൾ സംഘടിക്കുക. നിലവിലുള്ള സംഘടനകളുടെ മൂല്യച്യുതി ഇതോടുകൂടി മനസ്സിലാക്കുക. അവരെത്രത്തോളം ഹിന്ദു ധർമ്മോക്ഷത്താണെന്ന് മനസ്സിലാക്കുക. അവരെയൊന്നും തള്ളിപ്പറയണമെന്നല്ല, അവരൊന്നും മാറ്റിക്കളഞ്ഞാൽ അവരെയൊക്കെ തിരുത്തുക. എല്ലാ ഹിന്ദുക്കളുടെയും ഭാഗമാകാൻ അവരോട് പറയുക. എല്ലാ ഹിന്ദുക്കളുടെയും ഭാഗമാവുക. എല്ലാവരും ഒരുപോലെ കാണാൻ പറയുക. എല്ലാ സംസ്കൃതി ഒരുപോലെ കാണാൻ പറയുക. അത്രേ വേണ്ടുള്ളൂ. അല്ലാണ്ട് അവരെയൊന്നും മാറ്റണ്ട. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ അവരൊന്നും തിരുത്തണ്ട. അവരെയൊക്കെ പ്രത്യേക ശാസ്ത്രം അങ്ങനെ തുടരട്ടെ. അവർക്ക് നമ്മളോടൊരു സ്നേഹവും നമ്മളെ സംരക്ഷിക്കണം, നമ്മളെ ഓടി വരണം എന്നൊക്കെ തോന്നണമെങ്കിൽ നമ്മൾ ആ രീതിയിലാവാം. ഇടയലേഖനങ്ങളും ഒക്കെ നമുക്കും എഴുതാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറുക. ആ രീതിയിൽ പോകുമ്പോൾ ഈ രാജ്യത്ത് നമുക്കൊരു വിലയുണ്ടാവും. അല്ലെങ്കിലോ ഇതൊക്കെ അവസാനിക്കുന്നതേ ഉള്ളൂ. ഈ 78.9 എന്നുള്ളത് വെറും 8.79 വരാൻ, അല്ലെങ്കിൽ 8 വരാൻ അധിക സമയമൊന്നും വേണ്ട കേട്ടോ. അഹങ്കരിച്ച പ്രകൃതിയെ തരും. ആ അഹങ്കാരത്തിന്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നത്. നമ്മൾ എന്തോ ആണെന്ന് അഹങ്കരിക്കുന്ന ഈ രാജ്യത്ത് അതുണ്ടാവണ്ട. പരാശക്തി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിരിച്ചറിയാം, നമ്മുടെ ഈ വാക്കുകൊണ്ട് ഏതെങ്കിലും മതസ്ഥർക്ക് എന്തെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ മതത്തെ പൂർണ്ണമായി അടച്ചാക്ഷേപിക്കുക എന്നൊരു ഉദ്ദേശം നമുക്കില്ല. അത് തെറ്റായിട്ടും പാപമായിട്ടാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ രാഷ്ട്രത്തിന്റെ പൈതൃകം പേർന്ന ധർമ്മങ്ങളെ ഹനിച്ചുകൊണ്ട് മറ്റൊരു സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു സംവിധാനം ജനാധിപത്യം അല്ലെങ്കിൽ ഭരണഘടന അംഗീകരിക്കുന്ന മതം പ്രചരിപ്പിക്കാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരിക്കരുത്. അതല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടും മതം മാറ്റാൻ എത്രത്തോളം നിങ്ങൾക്ക് അവകാശമുണ്ടോ അതുപോലെ തന്നെയാണ് സ്വന്തം ധർമ്മത്തെ സംരക്ഷിക്കാൻ നമുക്കും നമ്മെപ്പോലുള്ളവർക്ക് അവകാശമുണ്ട്. അത് ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് എന്ന ആ ഒരു ഭരണഘടനാ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അതിനർത്ഥം തന്നെ കാണണം. അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും നേരിയ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരാളെ വേദനിപ്പിക്കുന്ന ഒരു ഹിംസയായിട്ടാണ് നമ്മൾ ധർമ്മം പറയുന്നത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഹിംസ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിന് ക്ഷമാപണം നടത്തുകയാണ്. എവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനം കരുനീലി അമ്മയും മുത്തിപ്പറ്റ കുട്ടിച്ചാത്തന്മാരെ ചില പഠിമാനമൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ എപ്പോഴും എന്നും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരിക്കും. നമസ്തേ ഹരി നമ ചണ്ടാള രൂപായ കുലുകുലു ശ്രീപാദുകാം പൂജയാമി. ചണ്ടാളോഹം. ജയ് ഹിന്ദ്. വന്ദേ മാതരം.